ഹലോ മക്കൾസ്, വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ചാർജസ്. നമ്മൾ കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വന്നെത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കറക്റ്റ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആദ്യം ലെവൽ 1 ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞ് മെല്ലെ ലെവൽ 2 കടന്ന് മെല്ലെ ലെവൽ 3 കിടക്കുന്ന വിധത്തിലാണ് ഈ രണ്ട് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ സെറ്റാക്കിയിട്ടുള്ളത്. സോ മക്കളെ നമ്മളെ കൂടെ ഇരിക്കുക. നിങ്ങൾക്ക് ഇതിൻ്റെ കൺസെപ്റ്റ്, ഈ ചാപ്റ്ററിൻ്റെ കൺസെപ്റ്റ് വീക്ക് ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ മുമ്പിലുള്ള പാർട്ടുകളൊന്നും കണ്ടിട്ടില്ലെങ്കിൽ പ്ലീസ് ഇതിന് മുമ്പുള്ള പാർട്ടുകളൊക്കെ ഒരു 2x സ്പീഡിലെങ്കിലും ഇട്ടിട്ട് എന്ത് ചെയ്യുക, കൺസെപ്റ്റൊക്കെ സെറ്റാക്കുക. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇൻഡെപ്തായിട്ട് കീറി മുറിച്ച് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ വെറുതെ ടൈം എന്ന് പറയുന്ന പരിപാടിയായിരിക്കും. ഈ പറയുന്ന പോലെ തന്നെ നിങ്ങൾ നമ്മുടെ A to Z സീരീസ് ആദ്യമായിട്ടാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ താഴെ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. അതിൽ പാർട്ടാവുകയാണ്. ഡെയിലി ബേസിസിൽ നല്ല ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. എന്ത് വന്നിട്ടുണ്ട്, നമ്മൾ നോട്ടുകളും മൈൻഡ് മാപ്പുകളും കാര്യങ്ങളൊക്കെ മെല്ലെ നമ്മൾ ആ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ കൂടെ ഉണ്ടാവുക, എന്തായാലും നമുക്ക് ഉഷാറാക്കേണ്ടതുണ്ട്. സോ അധികം വലിച്ചു നീട്ടുന്നില്ല, മൂവിങ് ഓൺ ടു ദി ക്വസ്റ്റ്യൻ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കിക്കേ. ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ ഈസ് ഇൻ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. അപ്പോൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ നമ്മൾ പഠിച്ചതാ അല്ലേ? വീഡിയോ കണ്ട മക്കൾക്ക് അറിയാം അല്ലേ? നമ്മൾ ഇലക്ട്രിക് ഡൈപോൾ പഠിച്ച സമയത്ത് ടോർക്ക് ഓൺ ഇലക്ട്രിക് ഡൈപോളിന് യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചതാ. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താ, സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്താ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്നൊക്കെ പറഞ്ഞാൽ എന്താ പുള്ളേ, എന്താണ് ഒരു ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ അല്ലേ, നമ്മൾ ഒരു -q + q എന്ന് പറയുന്ന ഡൈപോളിനെ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, നോക്കി ഇതാണ് ഡൈപോൾ ഡയറക്ഷൻ, മൈനസിൽ നിന്ന് പ്ലസിലോട്ടാണ് ഡൈപോൾ ഡയറക്ഷൻ. അപ്പോൾ പിയും ഇയും തമ്മിൽ ആംഗിൾ എന്താണ്, 0 ഡിഗ്രി ആണെങ്കിൽ ഇത് എന്ത് ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ചേ, സ്റ്റേബിൾ ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ചേ. അതെന്തുകൊണ്ടാണ്, വെറുതെ കാണാപ്പാടം പഠിച്ചതല്ലേ നമ്മൾ അല്ലേ? അല്ല, സ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് നമ്മൾ ആ ബോഡിയെ ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേസ് ചെയ്താൽ എന്ത് സംഭവിക്കും, ആ ബോഡി തിരിച്ച് ആ ഇക്വിലിബ്രിയം പോയിന്റിലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കും അല്ലേ? നമ്മളിതിനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കറക്കി ഇവിടെ +q ഇവിടെ -q എത്തി, ഇങ്ങനെ എത്തിയാൽ എന്താ സംഭവിക്കുക, ഈ +qനെ ഇങ്ങോട്ട് QE എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യും, ഇങ്ങോട്ട് എന്ത് ആക്ട് ചെയ്യും, -QE എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ തിരിച്ച് ആ ബോഡി 0 ഡിഗ്രി ഇതിലോട്ട് തന്നെ വരാൻ വേണ്ടി ശ്രമിക്കും. സംഭവം ഇവിടെ ഓസലേഷൻ നടക്കും, പക്ഷെ എന്നിരുന്നാലും കൂടി എന്ത് സംഭവിക്കും, ആ പ്രീവിയസ് പോയിന്റിലോട്ട് വരാൻ വേണ്ടി ഇത് ശ്രമിക്കും. സോ ദിസ് ഈസ് ദി സ്റ്റേബിൾ ഇക്വിലിബ്രിയം കണ്ടീഷൻ. തീറ്റ എന്തായിരിക്കണം, 0 ഡിഗ്രി ആയിരിക്കണം. ഇനി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം നമ്മൾ പഠിച്ചതല്ലേ പുള്ളേ. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താ, പറയടാ. ഓക്കെ, E എന്ന് പറയുന്ന സാധനം ഇങ്ങനെയാണെങ്കിൽ ഇവിടെ +q ഇവിടെ -q ആണെങ്കിൽ നോക്കിക്കേ, -q നിന്ന് +qയിലോട്ടാണ് ഡൈപോളിൻ്റെ ഡയറക്ഷൻ. ഇവിടെ θ എന്ത് ഡിഗ്രിയാണ്, 180 ഡിഗ്രിയാണ്. ഇതും ഇപ്പോൾ എന്ത് കണ്ടീഷനിലാണ് ഉള്ളത്, ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. സ്റ്റേബിൾ അല്ല, ഇക്വിലിബ്രിയം കണ്ടീഷനാണ്. കാരണം നെറ്റ് ഫോഴ്സ് 0 ആണ്, നെറ്റ് ടോർക്കും 0 ആണ്. സാറേ എങ്ങനെ സാറേ നെറ്റ് ടോർക്ക് നെറ്റ് ഫോഴ്സൊക്കെ 0 ആണ് മക്കളെ? പിന്നെ തീരിലോട്ട് പോവാണ്. ഓക്കെ, -QEയിൽ ഇങ്ങോട്ട് QE എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യും, +qയിൽ ഇങ്ങോട്ട് QE എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യും. രണ്ട് ഫോഴ്സും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്, നെറ്റ് ഫോഴ്സ് 0 ആയി. ഓക്കെ അല്ലേ? ഇത് ആക്ട് ചെയ്യുന്ന ലൈൻ ഓഫ് ആക്ഷൻ സെയിം ആണ്. അതുകൊണ്ട് എന്തില്ല, കറക്ക പരിപാടി ഇല്ല എന്ന് പറഞ്ഞാൽ എന്തില്ല, ടോർക്ക് പരിപാടിയില്ല. ഓക്കെ, അപ്പോൾ ഇതെന്ത് ഇക്വിലിബ്രിയമാണ്, ഇതും ഒരു ഇക്വിലിബ്രിയം പോയിന്റ് ആണ്. ഇത് സ്റ്റേബിൾ ആണോ അൺസ്റ്റേബിൾ ആണോ എന്ന് നോക്കാൻ നമ്മൾ എന്ത് ചെയ്യണം, ആ ഇക്വിലിബ്രിയം പൊസിഷനിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഡിസ്പ്ലേസ് ചെയ്യണം. അപ്പോൾ ഇങ്ങനെ നിൽക്കണ സമയം ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഡിസ്പ്ലേസ് ചെയ്തു, ഇങ്ങനെ ആക്കി, ഇവിടെ +q ആയി, ഇവിടെ -q ആയി. ഓക്കെ, ഇങ്ങനെ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഈ +qയിൽ എന്ത് ആക്ട് ചെയ്യും, ഇങ്ങോട്ട് QE എന്ന് പറയുന്ന ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലേടാ. ഈ -qയിൽ എന്ത് ആക്ട് ചെയ്യും, ഇങ്ങോട്ട് QE എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യും. എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഇങ്ങനെ നിൽക്കുന്ന ഡൈപോൾ ഇങ്ങനെ നാക്കിയപ്പോൾ തന്നെ ഫോഴ്സ് പിന്നെ എങ്ങോട്ട് ആക്ട് ചെയ്യുക, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്. എന്ന് പറഞ്ഞാൽ ബോഡിക്ക് ആ ഇക്വിലിബ്രിയം പോയിന്റിലോട്ട് വരാനാണോ ഇങ്ങോട്ട് വരാനാണോ അവൻ ശ്രമിക്കുന്നത്, അല്ല, ഇറ്റ് ഈസ് മൂവിങ് അവേ ഫ്രം ദി ഇക്വിലിബ്രിയം പോയിന്റ്. സോ ദിസ് ഈസ് ദി അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം. സോ അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണെങ്കിൽ തീറ്റ എന്താണ്, 180 ഡിഗ്രി ആവണം. സോ കൺസെപ്റ്റ് സെറ്റ് വെറുതെ കാണാപ്പാടം പഠിക്കലല്ല. അപ്പോൾ നോക്കിക്കേ, ദി ആംഗിൾ ബിറ്റ്വീൻ ഡൈപോൾ ആൻഡ് ഇലക്ട്രിക് ഫീൽഡ് ഈസ്, ഇപ്പോൾ നമുക്കറിയാം എന്താണ് പരിപാടി, 180 ഡിഗ്രി. അൺസ്റ്റേബിൾ ഇക്വിലിബ്രിയം ആണോ 180 ഡിഗ്രി. സാറേ ഇത് എനിക്കറിയാം സാറേ, തീറ്റ 180 ഡിഗ്രി അല്ല. ആ കൺസെപ്റ്റ് അടിപൊളിയായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ? ഒരു കാണാപ്പാടം പഠിക്കുന്ന പരിപാടിയില്ല. കാരണം നമ്മൾ സർവേ ചെയ്യില്ല, എക്സാം ഹോളിൽ നമ്മൾ സർവേ ചെയ്യില്ല. 2 കൊല്ലം 3 കൊല്ലം മുമ്പൊക്കെ വരണമെങ്കിൽ നമുക്കൊരു പരിധി വരെ നിങ്ങൾ കൈച്ചിലായി പോവും, രക്ഷപ്പെട്ടു പോകും എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ ഇപ്പം അത് പറ്റില്ല. ഓക്കെ അല്ലേ? നോക്കിക്കേ, എ പാർട്ടിക്കിൾ ഹാവിങ്, നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ അതാണ് നമ്മൾ കൺസെപ്റ്റ് ഇങ്ങനെ സെറ്റ് ആക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കിക്കേ, എ പാർട്ടിക്കിൾ ഹാവിങ് ചാർജ് Q1 exert F electrostatic force on a charge Q2 at rest. If a particle having charge Q1/4 is placed midway between the line joining the two charges Q1 and Q2, then the electrostatic force on Q2 due to Q1 will become എന്നാണ് ചോദ്യം. മക്കളെ നോക്കിക്കേ, എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു Q1 ചാർജ് ഉണ്ട്, കാണുന്നില്ലേ, ഒരു Q2 ചാർജ് ഉണ്ട്. ഇവരിടയിൽ തമ്മിൽ എന്തുണ്ട്, ഒരു F എന്ന് പറഞ്ഞ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഉണ്ടായിരുന്നു.
ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യും, ഇവരിടയിൽ നമ്മൾ എന്താണ് Q1/4 എന്ന് പറയുന്ന ചാർജ് എക്സാക്ട് മിഡ്വേയിൽ കൊണ്ടുവരുന്നത്. അങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഈ Q1ഉം Q2ഉം തമ്മിലുള്ള ഫോഴ്സ് എന്തായി എന്നാണ് ചോദ്യം. മനസ്സിലായോ? ഈ Q1/4 എന്ന് പറഞ്ഞ ചാർജ് നടുവിൽ കൊണ്ടുവന്നപ്പോൾ ആദ്യം Q1 Q2 നമ്മൾ F ഫോഴ്സ് ആയിരുന്നു. ഇപ്പോൾ ഈ Q1/4 എന്ന് പറയുന്ന ചാർജ് കൊണ്ടുവരുന്ന സമയത്ത് ഇനി ഈ Q1ഉം Q2ഉം തമ്മിലുള്ള ഫോഴ്സ് എന്ത് എന്നാണ് ചോദ്യം. ആൻസർ എന്താ മക്കളെ? ഫോഴ്സിന് ഒരു വ്യത്യാസം ഉണ്ടാകും. നേരത്തെ F ആണെങ്കിൽ ഇപ്പോഴും F തന്നെയാണ് ആക്ട് ചെയ്യുക അല്ലേ? അതാണ് നമ്മൾ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷനിൽ പഠിച്ചത് അല്ലേ? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർ പൊസിഷൻ നമ്മൾ എന്താ പഠിച്ചത്? ഫോഴ്സസ് ഒക്കെ ആഡ് ചെയ്യപ്പെടുകയാണ്. വേറൊരു ചാർജ് വന്ന് എന്ന് വെച്ച് എന്ത് സംഭവിക്കുന്നില്ല, ഇനീഷ്യൽ ചാർജുകൾ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് ഇൻട്രാക്ഷൻ യാതൊരു വ്യത്യാസം സംഭവിക്കുന്നില്ല. ശരിയാണ് ഇവിടെ സാറേ ഇവിടെ വേറെ ഫോഴ്സ് ഉണ്ടായില്ലേ മക്കളെ? ശരിയാണ്, ഇവർ രണ്ടാളും തമ്മിൽ വേറെ ഫോഴ്സ് ഉണ്ട്, ഇവർ രണ്ടാളും തമ്മിൽ വേറെ ഫോഴ്സ് ഉണ്ട്. പക്ഷേ ഈ ചാർജ് വന്നതുകൊണ്ട് എന്ത് സംഭവിക്കുന്നില്ല, ഇവിടെ ഓൾറെഡി എക്സിസ്റ്റ് ചെയ്തിരുന്ന ഈ Q1 Q2 തമ്മിലുള്ള ഫോഴ്സ് ഉണ്ടോ, അതിന് യാതൊരുവിധ എന്താ പറയുക കോട്ടവും സംഭവിക്കുന്നില്ല. മനസ്സിലായോ? ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഇങ്ങനെ ഒരു സാധനം കയറ്റി വെച്ചെന്ന് വെച്ചാൽ ഒന്നും സംഭവിക്കുന്നില്ല, അത് അവിടെ ഉണ്ട്. ഇനീഷ്യലി എന്താണ് K/Q1 Q2 /R² ആണ്. ഫൈനലി അവർ തമ്മിൽ എന്ത് തന്നെയാണ് K/Q1 Q2 അതേ ദൂരം സ്ക്വയർ തന്നെയാണ്. സോ യുവർ ആൻസർ ഇസ് വാട്ട്? F itself. സെറ്റ് അല്ലേ? പെർഫെക്റ്റ്, ഓൾ റൈറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 4 charges are arranged at the corners of a square ABCD as shown in the figure. The force on the positive Q charge kept at the center O is. സോ ഇവിടെ വെക്കുന്ന ഒരു Q ചാർജിന് കിട്ടുന്ന ഫോഴ്സ് എത്ര എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കി മക്കളെ, ഇവിടെ Q ചാർജാണ്, ഇവിടെ +Q ചാർജ്. അപ്പോൾ ഈ +Q ചാർജ് ഇങ്ങോട്ട് എന്ത് ചെയ്യും? പോഡോ ഹേ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ സംഭവിക്കും. രണ്ടും പോസിറ്റീവാണ്. ഈ +Q ചാർജ് ഇവനോട് എന്ത് പറയും? പോഡോ ഹേ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് എന്ത് കൊടുക്കും? ഒരു റിപ്പൾസീവ് ആയിട്ടുള്ള ഫോഴ്സ് കൊടുക്കും. ഓക്കെ അല്ലേ? ഈ -Q ചാർജ് ഇവൻ ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ വിളിക്കും. കാരണം -Q ചാർജാണ്, ഇത് പ്ലസ് ആണ് അല്ലേ? ഓപ്പോസിറ്റ് ചാർജാണ്, അട്രാക്ഷൻ സംഭവിക്കും. ഈ +2Q ചാർജ് എന്ത് ചെയ്യും? ഇത് പ്ലസ് ആണ് അല്ലേ മക്കളെ? ഈ Q എന്ന് പറഞ്ഞ സാധനം പോസിറ്റീവ് ചാർജ് എന്ന് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ +Qനെ ഈ +2Q എന്ത് ചെയ്യും? പോഡോ ഹേ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും മക്കളെ? ഒരു ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ ആക്ട് ചെയ്യും. സോ ഇങ്ങോട്ടൊരു അട്രാക്റ്റീവ് ഫോഴ്സ്, അതേ ലൈനിൽ ഇങ്ങോട്ട് തന്നെ എന്ത് റിപ്പൾസീവ് ഫോഴ്സ്. സോ നെറ്റ് ഫോഴ്സ് എങ്ങോട്ടെന്നാണ് ചോദ്യം? 0 ആയിരിക്കും നെറ്റ് ഫോഴ്സ്? അല്ല, 0 അല്ല. ചാടി കയറി 0 എന്ന് പറയരുത്. ഇത് +2Q ആയിരുന്നെങ്കിൽ 0 ആയിരുന്നേ. കാരണം ഇവൻ അങ്ങോട്ട് തള്ളും, അതേ തള്ളനെ ഈ +2Q ഇങ്ങോട്ട് തള്ളും, നെറ്റ് ഫോഴ്സ് 0 ആവും എന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇവിടെ -Q ആണുള്ളത്, സോ 0 അല്ല. അലോങ് ദി ഡയഗണൽ AC-യിലൂടെയാണോ നെറ്റ് ഫോഴ്സ് ഉള്ളത്? അല്ല, അലോങ് ദി ഡയഗണൽ BD-യിലാണുള്ളത്. സോ യുവർ ആൻസർ ഇസ് വാട്ട്? അലോങ് ദി ഡയഗണൽ BD. പെർഫെക്റ്റ്, ഓൾ റൈറ്റ് അല്ലേ? ഓക്കെ, നാലാമത്തെ ഓപ്ഷൻ പെർപെൻഡിക്കുലർ ടു AB-നോട് പെർപെൻഡിക്കുലർ ആണ് നെറ്റ് ഫോഴ്സ് ആണോ? അല്ല, അങ്ങനത്തൊന്നുമല്ല. ഓക്കെ, ഈ രണ്ട് ഫോഴ്സ് തമ്മിൽ വെട്ടി ചത്തു അല്ലേ? ആ ആക്സിൽ യാതൊരുവിധ ഫോഴ്സും ഇല്ല. ആകെ ഏത് ആക്സിസിലേ ഉള്ളൂ? ഈ ആക്സിൽ മാത്രമേ ഫോഴ്സ് ഉള്ളൂ. പെർഫെക്റ്റ്, ഓൾ റൈറ്റ് അല്ല മക്കളെ? ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, എവിടെ ചോദിക്കുക? നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലൊക്കെ എൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ചോദിക്കാം. ഓക്കെ അല്ലേ? 3 charges are placed at a vertex of an equilateral triangle of side A as shown in the figure. The force experienced by the charge placed at the vertex A in a direction normal to BC is എന്നാണ് ചോദ്യം. സാർ ഒന്നും മനസ്സിലായില്ല മക്കൾ. എന്താ പറയുന്നത്? വെർട്ടെക്സ് എയിൽ കിടക്കുന്ന ഈ ചാർജ് അല്ലേ, ഈ +Q എന്ന് പറഞ്ഞ ചാർജിന് എന്ത് ഫോഴ്സാണുള്ളത്? ഇൻ ദ ഡയറക്ഷൻ നോർമൽ ടു BC-നോട് നോർമൽ ആയിട്ടുള്ള ഈ ഡയറക്ഷൻ എന്ത് ഫോഴ്സാണുള്ളത് എന്നാണ് ചോദ്യം. സോ ആദ്യം നമുക്ക് ഈ +Qൽ എന്തൊക്കെ ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത് ജസ്റ്റ് നോക്കാം. ഈ +Qന് ഈ -Q, ഇവിടെ -Q ആണ്. -Q എന്താ ചെയ്യുക? ഇങ്ങോട്ട് വാടാ ചക്കരെ എന്ന് പറഞ്ഞ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അല്ലേ? ഈ +Qനെ അല്ലേ, ഈ +Q എന്താ ചെയ്യുക? ഇങ്ങനെ ഒരു ഫോഴ്സ് ഓഫ് റിപ്പൾഷൻ. പെർഫെക്റ്റ്, ഓൾ റൈറ്റ് അല്ലേ? അല്ലേടാ? എന്താണ് മക്കളൊക്കെ എന്താ സംഭവം? ശാസ്ത്രം ജയിച്ചു മനുഷ്യൻ തോറ്റു എന്നുള്ള സംഭവമാണ് നടന്നു കൊടുക്കണം. ഓക്കെ, നോക്കിക്കേ ഇങ്ങനെയല്ലേ കിടക്കുന്നത്? ഈ +Qനെ ഈ -Q ഇങ്ങോട്ട് പാടാ, ഈ +Qനെ അങ്ങോട്ട് പോടാ എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യാണ്. മക്കളെ നോക്കിക്കേ, ഇക്വലേറ്റർ ട്രയാങ്കിൾ ആണെന്ന ക്വസ്റ്റ്യൻ പറയുന്നുണ്ട്. ഇക്വലേറ്റർ ട്രയാങ്കിൾ ക്വസ്റ്റ്യൻ പറഞ്ഞു. അപ്പോൾ ഇതൊരു സൈഡ് A ആണെങ്കിൽ ഇതും അതേ സൈഡ് A അല്ലേ? നോക്കിക്കേ, ഇവർ തമ്മിലുള്ള ഫോഴ്സ് ഞാൻ എങ്ങനെ എഴുതാം? ഈ +Q -Q തമ്മിലുള്ള ഫോഴ്സ് ഞാൻ എങ്ങനെ എഴുതാം? KQ² /R². സാർ ഒന്ന് +Q ഒന്ന് -Q അല്ലേ? സോ -KQ² /R² അല്ലേ വരിക മക്കളെ? ആ മൈനസ് എന്താണ്? ഡയറക്ഷനാണ് സൂചിപ്പിക്കുക. അത് ഇങ്ങോട്ടാണ് ഞാൻ ഓൾറെഡി വരച്ചു. മാഗ്നിറ്റ്യൂഡ് ഇതല്ലേ വരിക. ഓക്കെ സാർ, R² അല്ലല്ലോ മക്കളെ, ദൂരം സ്ക്വയർ. ഓക്കെ, A². ഓക്കെ അല്ലേ? ഇനി ഇവർ തമ്മിലുള്ള ഫോഴ്സ് എങ്ങനെ തന്നെ? അതേ K.
അതേ ക്യൂ സ്ക്വയർ അതേ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സ് സെയിം അല്ലേ? സെയിം ആണ്. ഓക്കെ മക്കളെ നോക്കിക്കേ, ഞാൻ ഈ ഫോഴ്സ് കമ്പോണൻ്റ് ഒന്ന് റിസോൾവ് ചെയ്യുന്നു. ഓക്കെ, ഇത് തീറ്റ എന്ന് പറഞ്ഞത് എന്താ? ഇക്വലേറ്റർ ആംഗിൾ. ഇത് 60 ഡിഗ്രി ആണ്, ഇതും അതേ 60 ഡിഗ്രി അല്ലേ സാറേ? അങ്ങനെ മക്കൾ നോക്കടാ, ഈ ലൈനോട് കറക്റ്റായിട്ട് പോകുന്ന ലൈനാണ്. ഈ ലൈൻ കറക്റ്റ് ഇതിനോട് പാരലല്ല. സോ ഇത് 60 ആണ്, ഇതും 60 വരിക. ഓക്കെ അല്ലേ? ഇതൊരു എഫ് എന്ന് പറഞ്ഞ ഫോഴ്സ് ആണെങ്കിൽ ഇതെന്തായിരിക്കും മക്കളെ? അതിൻ്റെ എഫ് കോസ് 60 എന്ന് പറയുന്ന കമ്പോണൻ്റ് ആയിരിക്കും. ഇതെന്ത് കമ്പോണൻ്റ് ആവും മക്കളെ? എഫ് സൈൻ 60 ഡിഗ്രി എന്ന് പറയുന്ന കമ്പോണൻ്റ് ആയിരിക്കും. മക്കളെ പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? ഇത് അതേ എഫ് ആണ്, രണ്ട് സെയിം എഫ് ആണ് അല്ലേ? കാരണം സെയിം എഫ് ആണ്. ഇത് എഫ് ആണെങ്കിൽ മക്കളെ നോക്കിക്കേ, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഈ സാധനം എന്തായിരിക്കും മക്കളെ? ഈ സാധനം എന്തായിരിക്കും പറഞ്ഞേ? ഇതും അതേ 60 ഡിഗ്രി അല്ലേ വരിക? സാറേ അതെങ്ങനെ സാറേ 60 ഡിഗ്രി വന്നേ? മക്കൾ നോക്കടാ, ഇത് 60 ഡിഗ്രി അല്ലേ? അപ്പോൾ ഇതെന്താ? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്, രണ്ട് പാരലൽ ലൈൻസ് ഉണ്ട്, ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ. അപ്പോൾ ഇത് 60 ആണ്, ഇതും 60. അപ്പോൾ ഇത് എഫ് ആണെങ്കിൽ ഇത് വീണ്ടും എന്താണ്? എഫ് കോസ് 60 ഡിഗ്രിയാണ് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ ബേസിക്കലി എന്താ ഉള്ളത്? 2f കോസ് 60 ഡിഗ്രിയാണ് ഉള്ളത്. സോ ഈ എഫിൻ്റെ എഫ് ഇവിടെ എന്താ വരിക? എഫ് സൈൻ 60 ഡിഗ്രി. മക്കളെ നോക്കിക്കേ, ഈ ഡയറക്ഷനിലുള്ള ഫോഴ്സ് നെറ്റായിട്ട് എന്ത് സംഭവിക്കും? കട്ട് ചെയ്ത് പോകും. എന്ത് ഫോഴ്സ് മാത്രമാണ് മിച്ചം വരിക? 2f കോസ് 60 ഡിഗ്രി എന്ന് പറയുന്ന ഫോഴ്സ് മാത്രമാണ് മിച്ചം വരിക. എന്ന് പറഞ്ഞാൽ ഈ ബി സി എന്ന് പറയുന്ന ഈ സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡിന് നോർമലായിട്ട് എന്ന് വെച്ചാൽ ഈ ആക്സിസിൽ എന്തെങ്കിലും ഫോഴ്സ് ഉണ്ടോ? ഒരു ഫോഴ്സും ഇല്ല. അതാണ് ചോദിച്ചത്, അവർക്ക് ആ ഫോഴ്സാണ് വേണ്ടത്. സോ 0 ഫോഴ്സാണുള്ളത്. സാറേ മനസ്സിലായില്ല? മക്കളെ ചോദിച്ച ചോദ്യം എന്താ? ബി സി എന്ന് പറയുന്ന ലൈനോട് നോർമലായിട്ട് ഏത് ഫോഴ്സാണത്? നോർമലായിട്ട് ഒരു ഫോഴ്സും ഇല്ല. നോർമലായിട്ട് ഉണ്ടായിരുന്ന ഫോഴ്സ് ഈ എഫ് സൈൻ 30 ഈ എഫ് സൈൻ 60 ഈ എഫ് സൈൻ 60 ആയിരുന്നു. രണ്ടും ക്യാൻസൽ ചെയ്ത് പോയി. മിച്ചുള്ളതാണ് എഫ് കോസ് 60 മിച്ചുള്ളത്. പക്ഷെ അത് എന്തിലുള്ളത്? ഈ ലൈനോട് പാരലായിട്ടാണുള്ളത്, അല്ലാണ്ട് നോർമലായിട്ടല്ല. സോ നോർമലായിട്ട് എന്തെന്ന് ചോദ്യം? ആൻസർ ഈസ് 0. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. ഓക്കെ, അടുത്ത ക്വസ്റ്റിനോട്ട് പോവാം. നിങ്ങൾ നോക്കിക്കടാ, അടുത്ത ക്വസ്റ്റ്യൻ. അയ്യോ ഓക്കെ, ഞാൻ വരയ്ക്കാൻ സ്പേസ് ഇട്ടായിരുന്നു. നിങ്ങൾ നോക്കിക്കേ, ചില കുട്ടികൾക്ക് എന്തുണ്ട്, നേരത്തെ സാധനം മനസ്സിലായത് നേരെ സ്കിപ്പ് ചെയ്ത് അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. നോക്കിക്കടാ, ഇവിടെ +q ചാർജാണ് എടുക്കുന്നത്, ഇവിടെ -q ചാർജാണ് എടുക്കുന്നത്, ഇവിടെ +q ചാർജാണ് എടുക്കുന്നത്. ഈ +q റിപ്പല് ചെയ്യാം. ഒരു എഫ് എന്ന് പറഞ്ഞ ഫോഴ്സിൽ റിപ്പല് ചെയ്യുക. ആ എഫിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്താ മക്കളെ? എഫ് = kq² ദൂരം സ്ക്വയർ a² ആണ്. ട്രയാങ്കുലർ സൈഡൊക്കെ എ എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഈ -q +q എന്താ ചെയ്യുന്നത്? ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞ സ്നേഹത്തോടെ വിളിക്കുകയാണ്. അത് നോക്കിക്കേ, q² അതേ ദൂരം എ. അപ്പോൾ അതും ആ ഫോഴ്സും എന്തെന്നെ വരിക? kq²a² എന്ന് പറഞ്ഞാൽ ഈ ഫോഴ്സും ഈക്വലാണ്. എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് എഫ് എന്നുള്ള ഫോഴ്സ് ആണെങ്കിൽ ഇങ്ങോട്ടും അതേ എഫ് എന്നുള്ള ഫോഴ്സാണ്. ഓക്കെ മക്കളെ, ഇത് 60 ഡിഗ്രി ആണെങ്കിൽ നോക്കിക്കേ, ഞാൻ ഇങ്ങനെ ഒരു ഹൊറിസോണൽ ലൈൻ വരയ്ക്കുകയാണെങ്കിൽ ഇതും എന്തെന്നെ സാധനം 60 ഡിഗ്രിയാണ്. ഓക്കെ അല്ലേ മക്കളെ? നോക്കിക്കേ, ഇത് 60 ഡിഗ്രിയാണ്, ഇത് ഇക്വലേറ്റർ ആംഗിളാണ്. ഇത് 60 ഡിഗ്രി ആണെങ്കിൽ ഇതും എന്തെന്നെയാണ് 60 ഡിഗ്രിയാണ്. കാരണം നോക്കിക്കേ, രണ്ട് പാരലൽ ലൈൻസ് ഇങ്ങനൊരു വര വരച്ചാൽ ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് പറഞ്ഞ് വിളിക്കുക. അത് ഈക്വലാണ് എന്നാണ് മാത്സ് പറയുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇത് എഫ് ആണെങ്കിൽ അതിൻ്റെ എന്ത് കമ്പോണൻ്റ്? അത് എഫ് കോസ് 60 ഡിഗ്രി കമ്പോണൻ്റ് ആണ്. ഇത് എഫ് ആണെങ്കിൽ ഇത് എന്ത് കമ്പോണൻ്റ് ആണ്? അതിൻ്റെ എഫ് കോസ് 60 ഡിഗ്രി കമ്പോണൻ്റ് ആണിത്. ഇതിൻ്റെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് ഇതാണെന്ത്? ഇവൻ്റെ ഈ കമ്പോണൻ്റ് ആണ് എന്താടാ? എഫ് സൈൻ 60 ഡിഗ്രി എന്ന് പറയുന്നത്. ഇവൻ്റെ ഈ കമ്പോണൻ്റ് ആണ് എന്താടാ? എഫ് സൈൻ 60 ഡിഗ്രി എന്ന് പറയുന്നത്. നോക്കി മക്കളെ, ഇതും എഫ് സൈൻ 60 ഡിഗ്രി, ഇതും എഫ് സൈൻ 60 ഡിഗ്രി. പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ്. രണ്ടിലും എന്താ ചെയ്യുക? വെട്ടിക്കുത്തി ചത്തു ഹേ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടാളും ക്യാൻസൽ ഓഫ് ആയി പോയി. അപ്പോൾ മിച്ചുണ്ടാകുന്ന എന്ത് മാത്രം മക്കളെ? ഈ സാധനമാണ്. എന്ന് പറഞ്ഞാൽ മിച്ചുണ്ടാകുന്ന എന്താണ്? 2f cos 60 ഡിഗ്രിയാണ്. ആ 2f cos 60 ഡിഗ്രി എങ്ങനെയാണ് എടുക്കുന്നത്? ഈ വരനോട് പാരലായിട്ട് ആൻറ്റി പാരലായിട്ടാണ് കിടക്കുന്നത്, അല്ലെങ്കിൽ പാരലായിട്ടാണ് കിടക്കുന്നത്. പാരലായിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഡൈപ്പോൾ ഉണ്ടെങ്കിൽ ഡൈപ്പോളോട് ആൻറ്റി പാരൽ എന്ന് പറയാമായിരുന്നു. പക്ഷേ ഡൈപ്പോൾ എന്തായാലും ഈ ലൈനോട് പാരലായിട്ടാണ് കിടക്കുന്നത്. നമ്മോട് ചോദിച്ച ചോദ്യം എന്താണ്? ഈ ലൈനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള കമ്പോണൻ്റ് ഓഫ് ഫോഴ്സ് എത്രയാണ്? പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു കമ്പോണൻറ്റും ഇല്ല. ആ കമ്പോണൻ്റൊക്കെ വെട്ടിക്കുത്തി ഡെഡായിപ്പോയി. അതാണ് 0 എന്നുള്ള ആൻസർ വന്നത്. ഞാൻ ഈ സ്പേസ് വിട്ടത് കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തന്നെ കിടന്ന് താജ്മഹൽ പണിഞ്ഞത്. സോ ഒന്ന് വൃത്തിയാക്കി കാണിച്ചതാണ്. ഓക്കെ നോക്കിക്കേ, 4 closed surfaces and the corresponding charge distribution are shown below. മക്കളെ നിങ്ങൾ കാണുന്നുണ്ടോ ഈ ചാർജ്? ഓക്കെ, ചാർജ് ബിലോ എന്താണ്? ഇലക്ട്രിക് ഫ്ലക്സ് ആണ് കണ്ടുപിടിക്കുന്നത്. മക്കളെ ഇവിടെ ഇതിനുള്ളിൽ എത്ര ഉള്ളത്? 2q ചാർജ് ആണുള്ളത്. ഇതിനുള്ളിൽ എത്ര ചാർജ് ഉള്ളത്? ഒരു +q 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 3 +qയും ഒരു -q എന്ന് പറഞ്ഞാൽ ഇവിടെ എത്ര ചാർജ് ഉള്ളത് എന്ന് പറഞ്ഞാൽ അവിടെ എത്ര ചാർജ് ഉള്ളത്? ഇവിടെയും 2q നെറ്റ് ചാർജ് 2q, ഇവിടെ നെറ്റ് ചാർജ് 2q.
ഇവിടെ എത്ര ചാർജ് ഉള്ളത് ക്യൂ ക്യൂ, ഉള്ളിൽ എത്ര ചാർജ് ഉള്ളത് 2Q. പുറത്തുള്ള ചാർജ് ഒന്നും മൈൻഡ് ചെയ്യേണ്ട. എന്തിന് മക്കളെ ഗോസ് ലോ എന്താ പറയുന്നത്, ഫ്ലക്സ് അതിനെപ്പറ്റി ചോദിച്ചത്, ഇലക്ട്രിക് ഫ്ലക്സിനെ പറ്റിയാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു ക്ലോസ് സർഫസിന് ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് Q/ε0. ഈ Q എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻസൈഡിലുള്ള നെറ്റ് ചാർജ് പഠിച്ചത് നമ്മൾ അല്ലേ. അപ്പോൾ ഈ പുറത്തുള്ള ഇതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ 3Q ഉണ്ട്, ഇതൊന്നും മൈൻഡ് ചെയ്യേണ്ട. അവിടെ ഉള്ളിൽ എത്ര ചാർജ് ഉള്ളത്, ഉള്ളിൽ 8Q ചാർജ് ഉണ്ട്, -2Q -4Q. സോ ടോട്ടൽ -6Q 8Q 8Q -6Q ടോട്ടൽ ഇതിനുള്ള എത്ര ഉള്ളത് 2Q ചാർജാണുള്ളത്. അപ്പോൾ നോക്കിയേ, ഇതിൻ്റെ ഉള്ളിലും 2Q ചാർജ്, ഇതിൻ്റെ ഉള്ളിലും 2Q എല്ലാത്തിൻ്റെ ഉള്ളിൽ ചാർജ് ഇൻസൈഡ് സെയിം ആണ്. ε0 കോൺസ്റ്റൻ്റ് ആണ്. സോ എല്ലാത്തിലൂടെയും പുറത്ത് വരുന്ന ഫ്ലക്സ് എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. ആൻസർ ഈസ് ഓപ്ഷൻ 1. ഓക്കെ അല്ലേ. ഗോസ് ലോൻ്റെ വളരെ ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. അധികം സമയം കളയണ്ട. അടുത്ത ക്വസ്റ്റ്യൻ, എ ചാർജ് ഈസ് പ്ലേസ്ഡ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് a/2 above the center of a square surface of the edge A as shown in the figure. The electric flux through the square surface is. നമ്മൾ നേരത്തെ ചെയ്തല്ലടാ, നമ്മൾ ഗോസ് ലോ പഠിപ്പിച്ച സമയത്ത് നമ്മൾ ചെയ്തല്ലേ, ഒരു പ്രീവിയസ് ഇയർ ജെഇ മെയിൻ ക്വസ്റ്റ്യനാണ്. എന്ത് സിമ്പിളാണ് നോക്കിക്കേ, നമ്മൾ ചെയ്തതാ അല്ലേ. എന്ത് സിമ്പിളാണ്, കാരണം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്താൽ അതുകൊണ്ട് സിമ്പിളാണ്. മക്കളെ നോക്കിക്കേ, ഒരു ഗോസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ അല്ലേ, ഗോസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, ഒരു ഗോസിയൻ സർഫസ് വേണം. ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു ക്ലോസ്ഡ് ആയിട്ടുള്ള സർഫസ് ആണ്. ക്ലോസ് എന്ന് പറഞ്ഞാൽ 3D ആയിട്ടുള്ള ഒരു സർഫസ് ആണ് അല്ലേ, അതാണ് ക്ലോസ് സർഫസ്. അതൊക്കെ നേരത്തെ പറഞ്ഞതാ, അതാണ് ഞാൻ പറഞ്ഞത്. മക്കൾ ആദ്യമായിട്ടാണ് ഈ പാർട്ട് കാണുന്നത്, ഇതിന് മുമ്പുള്ള പാർട്ടിലൊക്കെ ഒന്ന് കാണുക, ഇതുപോലത്തെ അടിപൊളി കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗോസ് ലോ അപ്ലൈ ചെയ്യണമെങ്കിൽ ഗോസിയൻ സർഫസ് ഗോസിയൻ സർഫസ് വരയ്ക്കാൻ നമുക്ക് അറിയണം. ഗോസിയൻ സർഫസ് എന്ന് പറഞ്ഞാൽ എന്താണ്, വളരെ ബേസിക് ആയിട്ട് ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള 3D ആയിട്ടുള്ള ഒരു സർഫസ് ആണ്, ക്ലോസ് സർഫസ് ആണ്, അഥവാ 3D ആയിട്ടുള്ള ഒരു ബോഡിയാണ്. ഓക്കെ അല്ലേ. ഇനി ഗോസിയൻ സർഫസ് വരയ്ക്കുന്ന സമയത്ത് ചാർജ് എവിടെ കിടക്കണം, എക്സാക്ട്ലി സെൻട്രൽ കിടക്കണം. ഇപ്പോൾ നമ്മുടെ എന്താ പറഞ്ഞിട്ടുള്ളത്, a/2 എന്ന് പറയുന്ന ദൂരത്ത് ഒരു Q എന്ന് പറഞ്ഞ ചാർജ് വെച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്ക്വയർ പ്ലേറ്റിലൂടെ പുറത്തോട്ട് വരുന്ന ഫ്ലക്സ് എത്രയെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നോക്കിയാൽ സ്ക്വയർ പ്ലേറ്റ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 2D ആയിട്ടുള്ള ബോഡിയാണ്. അപ്പോൾ നമുക്കിവിടെ ഗോസ് ലോ കണ്ണും പൊട്ടി കൊടുക്കാൻ വേണ്ടി പറ്റുമോ, പറ്റത്തില്ല. കാരണം ഗോസ് ലോ ക്ലോസ്ഡ് ബോഡിയിൽ, ക്ലോസ്ഡ് സർഫസിലൂടെയുള്ള 3D ബോഡിയിലൂടെയുള്ള ഫ്ലക്സിനെ പറ്റിയാണ് പരാമർശിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഗോസ് ലോ അപ്ലൈ ചെയ്ത് നമ്മൾ എന്ത് കൊടുക്കണം, ഒരു ഗോസിയൻ സർഫസ് വരയ്ക്കണം. എന്ന് പറഞ്ഞാൽ 3D ആയിട്ടുള്ള ഒരു ബോഡി ഉണ്ടാക്കണം. ഒരു സ്ക്വയർ പ്ലേറ്റ് വെച്ചിട്ട് ഒരു Q എന്നുള്ള ചാർജ് എക്സാക്ട്ലി സെൻറ്റർ a/2 ദൂരത്തിൽ വെച്ചില്ല, കാരണം എക്സാക്ട്ലി സെൻറ്റർ ആയിട്ട് വരണമെങ്കിൽ ഇവിടെ എന്താക്കിയാൽ മതി, ഇതെന്താക്കിയാൽ മതി, ഒരു ക്യൂബാക്കി മാറ്റിയാൽ മതി. ഒരു പ്ലേറ്റ് നമ്മളല്ലേ, ഇവിടെ ഒരു സാധനം വെക്കുന്നു, ഇവിടെ ഒരു പ്ലേറ്റ് വെക്കുന്നു, ഇവിടെ ഒരു പ്ലേറ്റ് വെക്കുന്നു, ഇവിടെ ഒരു പ്ലേറ്റ് വെക്കുന്നു, ഇവിടെ ഒരു പ്ലേറ്റ് വെക്കുന്നു. എക്സാക്ട്ലി സെൻറ്റർ a/2 വലുപ്പത്തിലാണ് ചാർജ്. മുകളിലോട്ടും a/2, അങ്ങോട്ടും a/2, ഇങ്ങോട്ടും a/2. എക്സാക്ട്ലി ക്യൂബിൻ്റെ അല്ലേ, ക്യൂബാണത്. ഇപ്പോൾ നമ്മുടെ ഫോം ചെയ്ത് ക്യൂബിൻ്റെ സെൻറ്ററിലാണ് Q എന്ന് പറയുന്ന ചാർജ് കിടക്കുന്നത്. സോ ആ ക്യൂബിൻ്റെ ഉള്ളിലൂടെ വരുന്ന നെറ്റ് ഫ്ലക്സ് ഈക്വൽ ടു എന്താ വരിക, Q/ε0 ആണ് വരിക. നമുക്ക് ഈ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള Q/ε0 വരിക എവിടെ, ത്രൂ ദി എൻറ്റയർ ക്യൂബ്. ആ ക്യൂബിൻ്റെ ഉള്ളിലൂടെ മൊത്തത്തിൽ ഇത്രയും വരുന്ന ഫ്ലക്സാണ് വരിക അല്ലേ. അപ്പം നിങ്ങൾ മനസ്സിൽ ഇമാജിൻ ചെയ്യുക, ഇവിടെ ഒരു ക്യൂബ് ഉണ്ട്, ആ ക്യൂബിന് എക്സാക്ട് സെൻറ്ററിൽ എന്തുണ്ട്, Q എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. ഈ Q/ε0 എന്ന് പറഞ്ഞ ഫ്ലക്സ് എന്താണ്, കറക്റ്റ് എന്താ സംഭവിക്കുന്നത്, ഈ 6 ഫേസസിലൂടെയാണ് കടന്നു വരുന്നത്. ഒരു ക്യൂബിന് 6 സൈഡ്സ് ആണുള്ളത് അല്ലേ, 6 ഫേസ് ആണുള്ളത്. സോ 6 ഫേസിലൂടെയും അടിപൊളിയായിട്ട് ഈക്വലി ആയിട്ടാണ് പരിപാടി വരുന്നത്. സോ അതിൽ ഒരേ ഒരു ഫേസ് അല്ലേ ഇതെന്ന് പറയുന്നത്, ഈ സ്ക്വയർ പ്ലേറ്റ് എന്ന് പറയുന്നത് അല്ലേ. സോ ടോട്ടലി Q/ε0, ടോട്ടൽ 6 ഫേസിലൂടെയും Q/ε0 ആണെങ്കിൽ അതിലെ ഒരു ഫേസിലൂടെ, ഒറ്റ ഫേസിലൂടെ എത്ര ആയിരിക്കും, 1/6 ടൈംസ് ആയിരിക്കും അല്ലേ. സോ ഇതിൻ്റെ ഉള്ളിലൂടെ വരുന്ന, ഒരു സൈഡിലൂടെ വരുന്ന ഫ്ലക്സ് അലോങ് ദി വൺ സൈഡ് ഈക്വൽ ടു എന്താ വരിക, Q/6ε0, 1/6 ടൈംസ് ഇൻറ്റു ദിസ്. മനസ്സിലായോ. സോ യുവർ ആൻസർ ഇസ് വാട്ട്, Q/6ε0. പെർഫെക്റ്റ്, ഓൾ റൈറ്റ്. Okay, moving on. A bob of a simple pendulum has a mass 2 gram and a charge of 5 microcoulomb. It is at rest in uniform horizontal electric field of intensity 2000 volt per meter. At equilibrium, the angle that the pendulum makes with the vertical is എന്നാണ് ചോദ്യം. നല്ല ചോദ്യം. എന്താ പറഞ്ഞിട്ടുള്ളത്, ക്യാ ബോല ബേട്ട നോക്കിക്കേ. ഓക്കെ, സത്യം പറഞ്ഞാൽ ആ ബോബ് അല്ലെ 2 ഗ്രാമുള്ള ഈ ഒരു ബോബ്, പെൻഡുലത്തിൻ്റെ ബോബ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ നിൽക്കണമായിരുന്നു. ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒന്നുമില്ല, ഇങ്ങനെ നിൽക്കണമായിരുന്നു. പക്ഷേ ഇതിന് നമ്മൾ എന്ത് കൊടുക്കണം, ഒരു ചാർജ് കൊടുക്കണം. എത്ര ചാർജ് കൊടുക്കുന്നത്, 5 മൈക്രോകൂളൂംബ് എന്ന് പറയുന്ന ചാർജ് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ എന്ത് കൊടുക്കുകയാണ്, ഒരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുകയാണ്.
2000 വോൾട്ട് മീറ്റർ എന്ന് പറയുന്ന വോൾട്ട് പെർ മീറ്റർ എന്ന് പറയുന്ന ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഇവൻ എന്താ ആക്ട് ചെയ്യുക? ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലെ? Q ഇൻറ്റു ഇ എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യും അല്ലേ? ഒരു ഇലക്ട്രിക് ഫീൽഡിൽ ഒരു Q ചാർജ് എന്ത് ഫോഴ്സ് ആക്ട് ചെയ്യുക? QE എന്ന് പറഞ്ഞ ചാർജ് ഫോഴ്സ് ആക്ട് ചെയ്യുക. അപ്പോൾ അവനിൽ ഫോഴ്സ് ആക്ട് ചെയ്യുമ്പം അവൻ സത്യം പറഞ്ഞാൽ എങ്ങനെ നിൽക്കും മക്കളെ? ഇങ്ങനെ ഒരു ആംഗിളിലാണ് നിൽക്കുക. മനസ്സിലായോ ഹേ? അപ്പോൾ നോക്കിക്കേ, ഇതാണ് തീറ്റ എന്ന് പറഞ്ഞ ഡിഗ്രി. ഇതാണ് അവർ ചോദിക്കുന്നത്. വാട്ട് ഈസ് ദി ആംഗിൾ ദാറ്റ് ദി പെൻഡുലം മേക്സ് വിത്ത് ദി വെർട്ടിക്കൽ? ഈ ആംഗിൾ എത്രയെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ മനസ്സിലായോ? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒന്നും ഇല്ലെങ്കിൽ ആ ചാർജ് ഇങ്ങനെ അല്ലേ, ആ ബോബ് ഇങ്ങനെ നിൽക്കണ്ടായിരുന്നു. പക്ഷേ ആ ബോബിന് ഇപ്പോൾ ഈ കണ്ടീഷൻ എന്ന് പറയുന്നുണ്ട് 5 മൈക്രോ കൂളൂംബ് കൊടുത്തിട്ടുണ്ട്. എന്നാലും അത് അങ്ങനെ നിൽക്കേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ ഇപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുകയാണ്? ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ 2000 വോൾട്ട് പെർ മീറ്റർ എന്ന ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ അതിൽ QE എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യും. ആ ഫോഴ്സ് ഫും എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ നിർത്തും എന്ന് പറഞ്ഞാൽ അതിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യേണ്ടത്. ദാറ്റ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു QE ഫോഴ്സ് ആണ് അല്ലേ? ബാക്കി ഫോഴ്സ് എന്തൊക്കെയാണ് മക്കളെ? കയറുണ്ടോ? ലോസ് ഓഫ് മോഷൻ പഠിച്ചതാ. കുറേ കുട്ടികൾ പറഞ്ഞു സാറേ ലോസ് ഓഫ് മോഷൻ എടുക്കുമോ? നമുക്ക് എടുക്കാം. ഓക്കെ, അടുത്ത് നമുക്ക് മെല്ലെ മെക്കാനിക്സിലോട്ട് ചാടാം. അപ്പോൾ നോക്കിയേ, ഇത് ടെൻഷൻ T അല്ലേ? ടെൻഷൻ T മക്കളെ, നിങ്ങൾക്ക് മെക്കാനിക്സ് വേണം. 1D 2D റൊട്ടേഷൻ ചാപ്റ്ററൊക്കെ ഞാൻ അടുത്ത ഡിസ്കഷൻ വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സാർ അടിപൊളിയായിട്ട് മനസ്സിലാവുന്നുണ്ട് സാർ, ഒന്ന് ക്ലാസ് സെറ്റാക്കി തരുമോ? ആക്കി തന്നിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് തീറ്റയാണ്. ഇതെന്താ തീറ്റ? നമ്മൾ നേരത്തെ പറഞ്ഞ ഓൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. സോ ഇത് T ആണെങ്കിൽ ഈ കമ്പോണൻറ്റ് എന്താ വരിക? T കോസ് തീറ്റ. അപ്പോൾ ഈ കമ്പോണൻറ്റ് എന്താ വരിക? T സൈൻ തീറ്റ. ഓക്കെ അല്ലേ? ഇത് ഭൂമിയാണ് അല്ലേ? അപ്പോൾ ഇങ്ങോട്ട് എന്താ ഉള്ളത്? mg എന്ന് പറയുന്ന ഫോഴ്സ്. അപ്പോൾ നോക്കിക്കേ, ആ സാധനം അങ്ങനെ നിൽക്കുകയാണെങ്കിൽ എന്താ പരിപാടി? എല്ലാ ഫോഴ്സും ബാലൻസ് ചെയ്ത് കട്ട് ഓഫ് ചെയ്ത് പോവുകയാണ്. എന്ന് പറഞ്ഞാൽ നോക്കിക്കേ, ഈ ആക്സിസിൽ എനിക്ക് എന്ത് എഴുതാം? QE ഈസ് ഇക്വൽ ടു T സൈൻ തീറ്റ. ഈ ആക്സിസിൽ എനിക്ക് എന്ത് എഴുതാം? mg ഈസ് ഇക്വൽ ടു T കോസ് തീറ്റ. നോക്കി ഈ ഓപ്ഷൻസ് നോക്കിക്കേ, ഓപ്ഷൻസ് അവർക്ക് എന്താ വേണ്ടത്? ടാൻ പരിപാടിയാണ് വേണ്ടത്. എന്ന് പറഞ്ഞാൽ ഈ 2 ഇക്വേഷൻ ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ഈ 2 ഇക്വേഷൻ ഡിവൈഡ് ചെയ്താലേ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ വരിക അല്ലേ? അപ്പോൾ ഈ 2 ഇക്വേഷൻ ഞാൻ ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഈ T പോച്ച് വൃത്തിക്ക് ഇതിൽ എന്താ ഉള്ളത്? അവർക്ക് വേണ്ട ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു QE ഡിവൈഡ് ബൈ mg ആണ്. ഇത് പ്രോപ്പറായിട്ട് എന്ത് ചെയ്താൽ മതി? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പ്രോപ്പറായിട്ട് മക്കളൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. നോക്കിക്കേ, ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു Q എത്രയാടാ? 5 മൈക്രോ കൂളും. സോ 5 ഇൻറ്റു 10⁻⁻6 ഇൻറ്റു E എത്രയാടാ? 2000. 2 ഇൻറ്റു 10⁻³ ഡിവൈഡഡ് ബൈ M എത്രയാടാ? മാസ് എത്രയാ? 2 ഗ്രാം. 2 ഇൻറ്റു 10⁻³ കിലോഗ്രാം. G എന്ന് പറഞ്ഞാൽ എത്രയാ? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി വിച്ച് ഇസ് 10. പരിപാടി തീർന്നു. മര്യാദയ്ക്ക് പ്രോപ്പറായിട്ട് പരിപാടി ചെയ്താൽ മതി. പ്രോപ്പറായിട്ട് പരിപാടി ചെയ്താൽ നോക്കിക്കേ, ഈ 10⁻³ മുകളിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? മുകളിലോട്ട് പോകുമ്പോൾ എന്താ സംഭവിക്കുക? 10⁻6 ആയി. ആ 10⁻6 ഈ 10⁻⁻6 കറക്റ്റ് നല്ല അടിപൊളിയായിട്ട് വെട്ടിപ്പോയി. ഈ 2ഉം വെട്ടിപ്പോയി. എന്താ ബാക്കിയുള്ളത്? 5/10. 5/10 എന്ന് പറഞ്ഞാൽ എന്താ? 0.5. അപ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ എന്താ മക്കളെ കിട്ടിയിട്ടുള്ളത്? ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു 0.5 ആണ്. സോ തീറ്റ എന്ന് പറഞ്ഞ സാധനം എന്താടാ? ടാൻ ഇൻവേഴ്സ് ഓഫ് 0.5 ആണ്. വാവ്, യുവർ ആൻസർ ഇസ് വാട്ട്? ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഈസ് ദി ആൻസർ. മക്കൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്തൊക്കെ ശ്രദ്ധിക്കണം. അവർ ചോദിക്കുന്ന ആംഗിൾ വിത്ത് ഹൊറിസോണ്ടൽ ആണോ വിത്ത് വെർട്ടിക്കൽ ആണോ എന്നൊക്കെ പറഞ്ഞ് സൂക്ഷിച്ച് നോക്കണം. പല കുട്ടികളും ഇങ്ങനത്തെ ചെറിയ സിലി മിസ്റ്റേക്സ് ആണ് വരുത്തുക. ഓക്കെ മക്കളെ, നോക്കിക്കേ, മൂവിങ് ഓൺ. അടുത്ത ക്വസ്റ്റ്യൻ. ദി ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഓഫ് എ ചാർജ് ഡിസ്ട്രിബ്യൂഷൻ uniformly over the surface of a sphere vanishes within the sphere only at the center. ഓക്കെ, നല്ല കൺസെപ്ച്വൽ ക്വസ്റ്റ്യനാണ്. എന്താ പറയുന്നത്? ഒരു സ്ഫിയർ ഉണ്ട്. ഓക്കെ, ഒരു സ്ഫിയറിൻ്റെ സർഫസിൽ മൊത്തം നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? യൂണിഫോം നമ്മൾ ചാർജ് കൊടുത്തിട്ടുണ്ട്. പ്ലസ് ആയിക്കോട്ടെ, പ്ലസ് എന്ന് പറഞ്ഞ ചാർജ് കൊടുത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഒരു സ്ഫിയർ സോളിഡ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ. ഓക്കെ, കണ്ടക്ടിങ്. ഓക്കെ, എന്താ പറഞ്ഞിട്ടില്ല, എന്തായാലും സർഫസിലാണ് ചാർജ് എന്ന് പറയുന്നത്. സർഫസിൽ ചാർജ് ആർക്കൊക്കെ ഉണ്ടാവുക? സോളിഡ് ആയിട്ടുള്ള കണ്ടക്റ്റിംഗ് ആവാം, അല്ലെങ്കിൽ ഹോളോ ആയിട്ടുള്ള കണ്ടക്റ്റിങ്ങോ നോൺ കണ്ടക്റ്റിങ്ങോ, എന്തായാലും സ്ഫിയർ എന്ന് പറഞ്ഞിട്ടുള്ളൂ. എന്തായാലും സർഫസിലേ ചാർജ് ഉള്ളൂ. എന്നിട്ട് ഇവർ പറയുകയാണ് സർഫസിൽ ചാർജ് ഉണ്ട്. ഓക്കെ, സർഫസിൽ ചാർജ് ഉണ്ട്. ദ ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് ഓഫ് ചാർജ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് ഫീൽഡ് വാനിഷസ്. ഇലക്ട്രിക് ഫീൽഡ് വാനിഷ് ചെയ്യുന്നു. എവിടെ മാത്രം? ഒള്ളി അറ്റ് ദി സെൻറ്ററിൽ മാത്രമാണ് E = 0 ആവുന്നത് എന്നാണ് അവർ പറയുന്നത്. ആണോ? ഒന്ന് നമ്മുടെ ഗോസ് ലോൻ്റെ ആപ്ലിക്കേഷനൊക്കെ ഉള്ള ആ ലാസ്റ്റ് വീഡിയോ നോക്കിക്കേ. ആ ലാസ്റ്റ് വീഡിയോ ഞാൻ എന്താ പറഞ്ഞേ? നമ്മൾ എവിടെ ആണെങ്കിലും
ഈ ഒരു സ്ഫിയറിൻ്റെ പുറത്താണ്, സർഫസിലാണ് ചാർജുള്ള സിനാരിയോയിൽ, സർഫസിൽ ചാർജുള്ള സിനാരിയോയിലാണ്, മറ്റേ സിനാരിയോയിലല്ല. സോളിഡ് നോൺ കണ്ടക്ടിങ്ങിൽ ബൾക്കിൽ എന്ത് വരും, ഇതിൻ്റെ മാറ്ററിൽ ഉള്ളിൽ എന്ത് വരും, ചാർജ് വരും. ആ ചാർജ് വരുന്ന സമയത്ത് ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് 0 അല്ല. അതിൻ്റെ ഇക്വേഷൻ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചതാണ്. ഇപ്പോൾ ഇവിടെ പറഞ്ഞ ഒരു സ്ഫിയർ, ആ സ്ഫിയറിന് സർഫസിലേ ചാർജ് ഉള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫസ്റ്റത്തെ കണ്ടീഷനാണ്. ഓക്കെ, ആ ഫസ്റ്റത്തെ കണ്ടീഷൻ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾ എവിടെ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കണം. നിങ്ങൾ ഇങ്ങനെ ഒരു ഗോസിയൻ സർഫസ് വരയ്ക്കുമ്പോൾ ചാർജ് എൻക്ലോസ്ഡ് എന്താണ്, 0 ആണ്. ചാർജ് എൻക്ലോസ്ഡ് 0 ആയതുകൊണ്ട് നിങ്ങൾ ഗോസ് ലോ എടുക്കുമ്പം φ നിങ്ങൾക്ക് എങ്ങനെ എഴുതണം, Q/ε0 ഇൻ്റഗ്രൽ E.dA എന്ന് പറഞ്ഞ് എഴുതുന്ന സമയത്ത് Q എന്താണ്, 0 ആണ്. ഒരു ചാർജ് ഉള്ളിലില്ല, ആ ഗോസിയൻ സർഫസിലില്ല. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് E എന്താ കിട്ടുക, 0 കിട്ടുക. അപ്പോൾ E എന്ന് പറയുന്ന പരിപാടി എവിടെ മാത്രമല്ല 0, സെൻട്രൽ മാത്രമല്ല 0. മനസ്സിലാവുന്നുണ്ടോ? എല്ലായിടത്തും 0 ആണ്. ഇതിൻ്റെ ഉള്ളിൽ എല്ലായിടത്തും 0 ആണ്. ഇതിൻ്റെ വേറെ പെർസ്പെക്റ്റീവ്, ഗോസ് ലോ അല്ലാണ്ട് നമുക്കിതിനെങ്ങനെ ആലോചിക്കാം, ഗോസ് ലോ അല്ലാണ്ട് നമുക്കിതിനെങ്ങനെ ആലോചിക്കാം, അങ്ങനെ നമുക്കിതിനെ ആലോചിക്കാം. നോക്കി മക്കളെ, കാണുന്നില്ലേ, നോക്കിക്കേ, കാണുന്നില്ലടാ, കാണുന്നില്ലേ, കാണുന്നുണ്ട്. നോക്കിക്കേ, ഇങ്ങനെ നമ്മളൊരു പ്ലസ് ചാർജ് വെക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനേഷൻ എന്താ മക്കളെ, നോക്കിക്കട്ടാ, നിങ്ങളെ കൺസെപ്റ്റ് ഇങ്ങനെ സെറ്റ് ആവുക. ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡെഫിനിഷൻ എന്താ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ആയിട്ടുള്ള ചാർജ്, അതിനെ നമ്മൾ ടെസ്റ്റ് ചാർജ് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചേ. ആ ചാർജ് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിനെയാണ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞ് വിളിക്കുക. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒരു ടെസ്റ്റ് ചാർജിനെ ഇവിടെ വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുക, ഇവനെ തള്ളും, എല്ലാവരും തള്ളി, മൊത്തം ഇവിടെ നിന്നൊക്കെ തള്ളലൊന്ന് നെറ്റ് തള്ളൽ എന്താവുക, 0 ആവുക. അപ്പോൾ അത് നോക്കിയാൽ റീസൺ എന്താ പറയുന്നത് നോക്കിക്കേ, ദിസ് ക്യാൻസലേഷൻ ഒക്കേഴ്സ് അറ്റ് ദി സെൻറ്റർ ഡ്യൂ ടു ദ സിമെട്രി ഓഫ് ദി സ്ഫിയർ ആൻഡ് ദ സിമെട്രിക് യൂണിഫോം ചാർജ് ഡിസ്ട്രിബ്യൂഷൻ. അത് ശരിയാണ്. സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് 0 തന്നെയാണ്. എന്താണ് സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് 0? നിങ്ങൾ മക്കളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു Q എന്ന് പറഞ്ഞാൽ ടെസ്റ്റ് ചാർജ് ഇവിടെ വെക്കുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് അല്ലേ, ഈ പ്ലസ് ഇവനോട് ഇങ്ങോട്ട് പോടാ പറയും, ഇവന് ഇങ്ങോട്ട് പോടാ വരും, എല്ലാ സാധനവും അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ സംഭവിക്കുക, ക്യാൻസൽ ചെയ്ത് പോവും. ഈ ക്യാൻസലേഷൻ പരിപാടി സെൻട്രൽ ഉണ്ടാവുന്നതുകൊണ്ടാണ് ഇലക്ട്രിക് ഫീൽഡ് 0 ആവുന്നത്. ഈ റീസൺ ശരിയാണ്. പക്ഷേ എന്തല്ല, ഇത് സെൻട്രൽ മാത്രമല്ല ഇങ്ങനെ നടക്കുക. ഉള്ളിൽ ഏതൊരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിലും നെറ്റ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് അറ്റ് ദാറ്റ് പോയിന്റ് എന്താണ്, 0 ആണ്. ഇതേ പറഞ്ഞ പരിപാടി ഇവിടെ വെച്ചാലൊക്കെ ഉണ്ടാവും. പറഞ്ഞ പോയിന്റ് മനസ്സിലായോ? Okay, so answer what? A is false and R is true. മക്കളെ, സെൻട്രൽ മാത്രമല്ല, റീസൺ ശരിയാണ്. സെൻട്രൽ എന്തുകൊണ്ട് ഇലക്ട്രോസ്റ്റാറ്റിക് ഫീൽഡ് 0 ആണ്, കാരണം സെൻട്രൽ നമ്മൾ ടെസ്റ്റ് ചാർജിന് കൊണ്ട് വെക്കുകയാണെങ്കിൽ അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് 0 ആയിരിക്കും, കാരണം എല്ലാ സാധനവും ക്യാൻസൽ ഓഫ് ചെയ്ത് പോകും. ഇത് സെൻട്രൽ മാത്രമല്ല, എവിടെ വെച്ചാലും അതേ റീസണിങ് നമുക്ക് പറയും. ഇവിടെ വെച്ചാലൊക്കെ എല്ലാ സാധനവും ക്യാൻസൽ ഓഫ് ചെയ്ത് പോകും. കാരണം ദൂരത്തിൻ്റെ ക്രൈറ്റീരിയ ഒക്കെ വരുന്നുണ്ട്. ഇവിടെ കുറേ ചാർജ് ഉണ്ട് ശരിയാണ്, പക്ഷേ ആ ദൂരം കൂടുതലാണ്. ഇവിടെ കുറച്ച് ചാർജേ ഉള്ളൂ, പക്ഷേ ദൂരം കുറവാണ്. സോ നെറ്റായിട്ട് ഇലക്ട്രിക് ഫീൽഡ് എന്താ സംഭവിക്കുക, ക്യാൻസൽ ഓഫ് ചെയ്ത് പോകും. മതി. അടുത്ത ദിവസം നോക്കിക്കേ, 2 identical rectangular plane sheets A and B, each of surface charge density epsilon coulomb per meter square placed parallel to each other as shown in the figure. The electric field at the point P will be എന്നാണ് ചോദ്യം. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി പോയിന്റ് P വിൽ ബി എക്സാക്ട്ലി അറ്റ് ദി സെൻറ്റർ ആണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ നോക്കിക്കേ, ഇത് സെൻറ്റർ എന്തോ ആയിക്കോട്ടെ, അപ്പോൾ മിഡ് പോയിന്റ് ആണെന്നുണ്ടോ നോക്കിക്കേ. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ, മിഡ് പോയിന്റ്, ഒരു പ്ലെയിൻ ഷീറ്റ് കാരണം ഒരു പോയിന്റിലെ ഇലക്ട്രിക് ഫീൽഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ പഠിച്ചിട്ടുള്ളത്, σ/2ε0 എന്നുള്ളതാണ് അല്ലേ, പഠിച്ചതല്ലേ, σ/2ε0 പഠിച്ചാണ്. രണ്ടാൾക്കും എന്താ ഉള്ളത്, സെയിം സർഫസ് ചാർജ് ഡെൻസിറ്റിയാണ്. ഇവനക്കും ε0 കൂളും മീറ്റർ സ്ക്വയർ പരിപാടിയാണ്, ഇവനക്കും ε0 കൂളും മീറ്റർ സ്ക്വയർ പരിപാടിയാണ്. എന്ന് വെച്ചാൽ ഇവൻ പോസിറ്റീവ് ചാർജാണ്, ഇവനും എന്ത് തന്നെയാണ്, പോസിറ്റീവ് ചാർജാണ്. സോ ഇവൻ മുഖാന്തരം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് σ/2ε0 ആണെങ്കിൽ ഇവൻ കാരണം ഇവിടെ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ത് തന്നെയാണ്, ഇങ്ങോട്ട് σ/2ε0 പരിപാടി തന്നെയാണ്. ആൻസർ എന്താ മക്കളെ വരിക, 0 ആണ് വരിക. ഇനി എൻ്റെ ചോദ്യം, നമ്മുടെ കൺസെപ്റ്റ് ഇങ്ങനെ സെറ്റാണ്, ക്വസ്റ്റ്യൻ അതീതമായിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഓവറായിട്ട് നമ്മൾ കാര്യങ്ങൾ നോക്കി ആലോചിക്കണം. ഇത് മിഡ് പോയിന്റ് തന്നെ ആവണമെന്നുണ്ടോ, ഇല്ല, മിഡ് പോയിന്റ് ആവണമെന്നില്ല. മനസ്സിലാവുന്നുണ്ടോ, മിഡ് പോയിന്റ് ആവണമെന്നില്ല. ഇതിൻ്റെ ഇടയിൽ എവിടെ ആണെങ്കിലും ഈ പരിപാടി ഇങ്ങനെ തന്നെ നടക്കുക. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, ഇലക്ട്രിക് ഫീൽഡ് ഈ ഒരു പ്ലെയിൻ ഷീറ്റ് കാരണമുള്ള ഇലക്ട്രിക് ഫീൽഡിൽ എന്തിന് റെലവൻസ് ഇല്ല. ഇവിടെ നോക്കി σ/2ε, ഇവിടെ ദൂരത്തിന് റെലവൻസ് ഇല്ല എന്നൊക്കെ അടിപൊളിയാണ് കൺസെപ്റ്റ് പറഞ്ഞതാണ്. ഓക്കെ അല്ലേ, സോ ഇതാണ് പരിപാടി. ഓക്കെ, ഇവിടെ σ/2ε0, ഇവിടെ σ/2ε0, നെറ്റ് 0 പരിപാടി. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ മക്കളെ, കാണുന്നില്ല, എല്ലാ ഓപ്ഷൻസും കാണുന്നില്ല, നോക്കിക്കേ. ഓക്കെ, സാധാ ഗോസ്ലോൻ്റെ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് അതൊക്കെ പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻ മക്കളെ, ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, നീറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, നോക്കാം എന്താ പറഞ്ഞിട്ടുള്ളത്.
ദ ഫീൽഡ് ഇൻസൈഡ് എ തിൻ ഷെൽ എന്ന് പറഞ്ഞാൽ എന്താ, ഒരു ഹോളോ സ്ഫിയർ ആണ്. ഹോളോ സ്ഫിയർ കണ്ടക്റ്റിംഗ് ആയിക്കോട്ടെ നോൺ കണ്ടക്റ്റിംഗ് ആയിക്കോട്ടെ, ഉള്ളിൽ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാവില്ല, ഒരു സംശയം വേണ്ട. എ എന്താ വരിക 0 ആണ് വരിക. സോ എ ഇസ് 0 എന്ന് പറഞ്ഞാൽ എ ഓപ്ഷൻ എന്തിനോട് മാച്ച് ചെയ്യണം, 4 എന്ന് പറയുന്ന ഓപ്ഷനോട് മാച്ച് ചെയ്യണം. ഓക്കെ അല്ലേ? അടുത്ത നോക്കി, ദ ഫീൽഡ് ഔട്ട്സൈഡ് ദി തിൻ ഷെല്ലിന് ഔട്ട്സൈഡ്. അപ്പോൾ ഷെല്ല് ഇവിടെ ഉണ്ട്. ഓക്കെ, ആ ഷെല്ലിന് എന്ത് ചാർജ് കൊടുത്തിട്ടുണ്ട്, Q എന്നുള്ള ചാർജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സെൻറ്ററിൽ നിന്നൊരു R ദൂരം അകലെയാണെങ്കിൽ, നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്ഫിയറൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഇതിൻ്റെ മൊത്തം ഒരു Q ചാർജ് ഇത് സെൻറ്റർ നമുക്ക് അസ്യൂം ചെയ്യാം. എങ്ങനെ കണ്ണും പൂട്ടി നമുക്ക് എങ്ങനെ എഴുതാം, 1/4πε0 Q/r². പഠിച്ചിട്ടില്ലേ? അതാ പറഞ്ഞ കഴിഞ്ഞ വീഡിയോ ഒന്ന് കാണും മക്കളെ, ഒന്ന് കാണ്. അപ്പോൾ നോക്കിക്കേ 1/4πε0 Q/r² ആണ് പരിപാടി വരിക. കാരണം ഈ സ്ഫിയറിനെ നമുക്ക് ഈ ചാർജ് നമുക്ക് എങ്ങനെ അസ്യൂം ചെയ്യാം, ഈ ചാർജ് മൊത്തം ഇതിൻ്റെ സെൻട്രൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് എന്നൊരു രൂപത്തിൽ നമുക്ക് അസ്യൂം ചെയ്യാം എന്ന് നമ്മൾ പഠിച്ചതാണ്. സോ ഒരു ഫീൽഡ് ഔട്ട്സൈഡ് എ തിൻ ഷെൽ എന്താ വരിക, Q/r², സ്മോൾ r² എന്നുള്ള സാധനമാണ് വരിക. സോ ബി എന്താണ് വരിക, ഓപ്ഷൻ 3 ആണ് വരിക. മക്കളെ ക്യാപിറ്റൽ അതിൻ്റെ റേഡിയസ് ആണ്. അടുത്ത ഓപ്ഷൻ നമുക്ക് മനസ്സിലാവും. ദി ഫീൽഡ് ഓഫ് തിൻ ഷെൽ അറ്റ് ദ സർഫേസ് എന്താ വരിക, സർഫസ് ആകുമ്പോൾ എന്താ വരിക, ഈ R = എന്താ വരിക, ക്യാപിറ്റൽ R ആണ് വരിക. അപ്പോൾ ഇതിൻ്റെ സ്റ്റൈലൊക്കെ എങ്ങനെ എഴുതാം, R² എന്ന് പറഞ്ഞ് എഴുതാം. മനസ്സിലായോ? സോ ദ ഫീൽഡ് ഓഫ് തിൻ ഷെൽ അറ്റ് ദി സർഫസ് എന്താണ് വരിക, ഓപ്ഷൻ ബി ആണ് വരിക, C2 ആണ് വരിക. അടുത്ത ഓപ്ഷൻ നോക്കാം. ദ ഫീൽഡ് ഡ്യൂ ടു എ ലോങ് ചാർജ്ഡ് വയർ, ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടുള്ള ചാർജ്ഡ് വയർ നമ്മൾ പഠിച്ചാണ്, σ/2πε0r എന്ന് പറഞ്ഞ് പഠിച്ചതാണ്. യുവർ ആൻസേഴ്സ് വാട്ട്, D1. അപ്പം 4 3 2 1 ഏതാ, ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. പെർഫെക്റ്റ്, ഓൾറൈറ്റ് അല്ലേ? ഓക്കെ അല്ലേ? കൺസെപ്റ്റ് ഇങ്ങനെ സെറ്റ് ആകുന്നില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ മെറ്റൽ ക്യൂബ് ഓഫ് സൈഡ് 5 cm is charged with 6 microcoulomb. The surface charge density of the cube is. ഇതൊക്കെ ഒരു ചോദ്യമാണോടാ. നമുക്ക് ആ സർഫസ് ചാർജ് ഡെൻസിറ്റി വളരെ സിമ്പിളായിട്ടുള്ള സിഗ്മ = Q/A ഇത് അപ്ലൈ ചെയ്യാൻ അറിയോ, മാത്തമാറ്റിക്സ് അറിയുമെന്ന് മാത്രമേ ഇത് നോക്കുന്നുള്ളൂ. പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യനാണ് അല്ലേ? നമ്മൾ ഒരുമാതിരി എന്താ പറയുക, ചെറുതാക്കുന്ന ക്വസ്റ്റ്യൻ, നമ്മൾ ഇത്രയേ ഉള്ളൂ എന്നവർ വിലയിരുത്തുക. ഷടപ്പടയെന്ന് പറഞ്ഞാൽ ചെയ്ത് കൊടുക്കണം. നെറ്റ് ചാർജ് എത്രയാണ്, 6 microcoulomb, 6 × 10⁻⁶. ഏരിയ, ക്യൂബിൻ്റെ ഏരിയ, ഒരു സൈഡ് 5 cm ആണെങ്കിൽ ക്യൂബിൻ്റെ മൊത്തത്തിൽ ഏരിയ എത്ര വരിക, 6a² വരിക. സോ 6 × a² എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 cm² എന്ന് പറഞ്ഞാൽ എത്രയാണ്, 25 × 10⁻⁴. സെൻറ്റിമീറ്റർ 10⁻² ആണ് അതിൻ്റെ സ്ക്വയർ വരുമ്പോൾ 10⁻² 10⁻⁴ വരും. പെർഫെക്റ്റ്, ഓൾറൈറ്റ് അല്ലേ? ടീം ഒന്ന് വൃത്തിക്ക് ഇത് പോകുമ്പോൾ പ്ലസ് ആയി എന്ന് പറയുമ്പോൾ എന്താ വരിക, 1/25 × 10⁻² ഓർ 0.4 × 10⁻² എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ അല്ലേ? പെർഫെക്റ്റ്, ഓൾറൈറ്റ് അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കടാ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയല്ല, 0.04 വരിക അല്ലേ, 0.04 × 10⁻² ഒന്ന് വൃത്തിക്ക് എഴുതിയാൽ 0.4 × 10⁻³ ആണ് വരിക. സോ ആൻസർ ഇസ് ഓപ്ഷൻ 4. ഓപ്ഷൻ 4 ഈസ് ദി ആൻസർ. ഓക്കെ, ആ മാത്തമാറ്റിക്സ് മാത്രം അറിയുമോ എന്ന് മാത്രമേ നോക്കുന്നുള്ളൂ. പെർഫെക്റ്റ്, ഓൾറൈറ്റ് അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനോട്ട് പോകാം. A electric dipole is placed at an angle of 30 degrees with the electric field of intensity 2 × 10⁵ Nm/Coulomb. It experiences a torque equal to 4 Nm. If the dipole length is 2 cm, calculate the magnitude of the charge on the dipole. അവിടെ പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യനാണ്. നമുക്കറിയാം ടോർക്കിൻ്റെ ഇക്വേഷൻ എന്താ, ടോർക്കിൻ്റെ ഇക്വേഷൻ മക്കളെ, ടോർക്ക് = PE sin θ പഠിച്ചതാ. ഈ പിയുടെ ഫുൾ ഫോം എന്താ, ചാർജ് ഇൻറ്റു ദൂരം ബിറ്റ്വീൻ ദി ചാർജസ് അല്ലേ, ഡൈപോൾ മൊമെൻറ്റ് പഠിച്ചതാ. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ടോർക്ക് നമുക്ക് തന്നിട്ടുണ്ട്, എത്രയാ, 4 ആണ്. ഈ പിയുടെ ഫുൾ ഫോം Q × ദൂരം ബിറ്റ്വീൻ ദി ചാർജസ് എത്ര തന്നിട്ടുള്ളത്, ഇഫ് ദി ഡൈപോൾ ലെങ്ത് ഈസ് 2 cm. അപ്പോൾ 2 cm എന്താ, 2 × 10⁻². ഇപ്പോൾ PI എത്ര തന്നിട്ടുള്ളത്, 2 × 10⁵. സോ 2 × 10⁵ ആണ് എന്ന് പറയുന്നത്. ആംഗിൾ എത്ര മക്കളെ, ആംഗിൾ എത്രയാ, 30 ഡിഗ്രി ആണ്. സോ sin 30 എന്ന് പറഞ്ഞാൽ എത്രയാടാ, 1/2 ആണ്. മക്കൾ നിങ്ങൾ കാണുന്നില്ലേ, അവിടെ എഴുതുന്നൊക്കെ കാണുന്നില്ലേ? സോറി, കുറച്ചുകൊണ്ട് എഴുതാൻ ശ്രമിക്കാം കേട്ടോ. സോ 2 പോച്ച് ഓക്കെ അല്ലേ? ഈ 2ഉം ഇതും 2 ടൈംസ് വെട്ടി ഒന്ന് വൃത്തിക്ക് എഴുതിയാൽ എന്താ ഉള്ളത്, 2 = Q × 10⁻³
10⁻3. ഇവൻ ഇങ്ങോട്ട് വരുമ്പോൾ എന്താ വരിക? 2 × 10⁻³ ഈസ് ഈക്വൽ ടു Q. എല്ലാത്തിലും മില്ലി കൂളുമ്പാണ്. സോ ഇതിനെ സ്റ്റൈലാക്കി എങ്ങനെ വിളിക്കാം? 2 മില്ലി കൂളുംബ്. സോ ആൻസർ ഇസ് വാട്ട്? ഓപ്ഷൻ 1, 2 മില്ലി കൂളുംബ്. ഒരു പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യനാ. എന്ത് സിമ്പിളാ, എന്ത് സിമ്പിൾ ഡിമ്പിളാ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കടാ. 12 point charges, each of charge Q coulomb, are placed at the circumference of a circle of radius r meter with equal angular spacing. If one of the charges is removed, the net electric field at the center of the charge is എന്നാണ് ചോദ്യം. നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? നല്ല ക്വസ്റ്റ്യൻ. നമ്മളെ കൺസെപ്റ്റൊക്കെ ഇങ്ങനെ സെറ്റാക്കുന്നൊരു ക്വസ്റ്റ്യൻ. എന്നിട്ട് എന്താ പറഞ്ഞിട്ടുള്ളത്? ഓക്കെ, ഒരു സർക്കിൾ ഉണ്ടേ. എൻ്റെ ഒരു സാറിനെ പറഞ്ഞു വയ്ക്കും. ഞാൻ കുറേ ശ്രമിച്ചു, പക്ഷെ എന്നെ കൂടെ പറ്റണില്ല. ഓക്കെ വരച്ചു. ഓക്കെ, ഈ സർക്കിൾ എന്തുണ്ട്? 12 അടിപൊളിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 12 ചാർജസിനെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കറക്റ്റ് 12 ചാർജിൻ്റെ മക്കളെ സങ്കല്പിക്കുക. അങ്ങനെ 12 ചാർജ് ഇങ്ങനെ സെറ്റാക്കി ഇങ്ങനെ കറക്റ്റ് ആംഗുലാർ സ്പേസിൽ കറക്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ ഈ സെൻറ്ററിലെ നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് എത്ര ആയിരിക്കും മക്കളെ ഉണ്ടാവുക? 0 ആയിരിക്കും ഉണ്ടാവുക. മക്കൾ യൂണിഫോമിൽ ചാർജിലായിട്ട് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ഷെല്ലിൻ്റെ പരിപാടിയൊക്കെ ഇലക്ട്രിക് ഫീൽഡ് 0 ആയിട്ട് വരിക. ഓക്കെ, നമുക്കതേ ഉള്ളൂ. അപ്പോൾ നോക്കിയേ, ഈക്വലി പ്ലേസ്, യൂണിഫോമി ഡിസ്ട്രിബ്യൂട്ട്, ഈക്വലി സ്പേസ്ഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? എല്ലാതും അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, ഇവൻ ഇങ്ങോട്ട് എല്ലാ സാധനം അങ്ങോട്ടും ക്യാൻസൽ ഓഫ് ആയിട്ടുള്ള പരിപാടിയാണ് വരിക. ഇതായിരുന്നു ഇനീഷ്യൽ 12 ചാർജ് അടിപൊളിയായിട്ട് വെച്ച സമയത്ത് ഇതായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി എന്താ സംഭവിക്കുന്നത്? ഇതിലെ 12ാമത്തെ ചാർജിനെ എടുത്ത് മാറ്റിയാൽ ഇനി സെൻട്രൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്നതാണ് ചോദ്യം. അപ്പോൾ ഈ 12ാമത്തെ ചാർജും ഉണ്ടായ സമയത്ത് ഉള്ളിൽ ഈ നെറ്റ് എന്തായിരുന്നു? 0 ആയിരുന്നു അല്ലേ? 0 ആയിരുന്നു. അപ്പോൾ നോക്കിക്കേ, ഞാൻ ഈ 11 എനിക്കിങ്ങനെ എഴുതി കൂടെ, ഈ 11 ചാർജിന് ഇലക്ട്രിക് ഫീൽഡ് പ്ലസ് ഈ 12ാമത്തെ ചാർജിന് ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ 0 ആക്കുന്നത്. ഞാൻ ഇതിനൊന്ന് സ്പ്ലിറ്റ് ചെയ്താൽ ഈ നെറ്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അത് ഫുൾ കണ്ടീഷനാണ്. ചാർജിനെ എടുത്ത് മാറ്റില്ല. ചാർജിനെ എടുത്ത് മാറ്റുമ്പോൾ എന്താണ് ചോദ്യം? ചാർജിനെ എടുത്ത് മാറ്റുന്നതിന് മുമ്പായിട്ടുള്ള സാധനം ഞാൻ സ്പ്ലിറ്റ് ചെയ്തതാണ്. ഈ ഡ്യൂ ടു 11 ചാർജ് പ്ലസ് ഈ ഡ്യൂ ടു 12ാമത്തെ ചാർജ്, മൊത്തം ടോട്ടൽ 11 ചാർജ്. ഇതാണ് ടോട്ടൽ. ഈ ടോട്ടൽ ഡ്യൂ ടു 11 ചാർജ് പ്ലസ് ഈ ഡ്യൂ ടു 12 ചാർജാണ് എന്തിനോട് ഈക്വൽ ആവുന്നത്? 0 ആയിട്ട് ഈക്വൽ ആവുന്നത്. ഇനി നമുക്കറിയാം, ഈ 12ാമത്തെ ചാർജ് സെൻട്രലിലാക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇവർ നമ്മൾ ദൂരം 6 ആണ്. ഒരു Q ചാർജിൻ്റെ 6 ദൂരം അകലെ അവരുണ്ടാക്കുന്ന ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഇക്വേഷൻ കണ്ണും പൂട്ടി എന്താ? ഈ 12 കണ്ണും പൂട്ടി എന്താ? 1/4πε0 Q/r² ആണ്. അല്ലടാ, Q/r² ആണ്. അവിടെ മനസ്സിലാവുന്നില്ലേ? Q/r² ആണ്. അപ്പോൾ നോക്കിക്കേ, ഇതിനൊന്ന് മാറ്റി എഴുതുകയാണെങ്കിൽ നോക്കിക്കേ, ഈ ടോട്ടൽ ഡ്യൂ ടു 11 ടോട്ടൽ ചാർജ് ഈസ് ഈക്വൽ ടു നെഗറ്റീവ് ഓഫ് E12 ആണ്. E12 എന്ന് പറഞ്ഞാൽ എന്താ? 1/4πε0 QR² ആണ്. അതിന് നെഗറ്റീവായാൽ മതി. ഇത് പ്ലസ് ചാർജ് ആണെങ്കിൽ ഇവൻ ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കുക. ഇവരെല്ലാവരും കൂടി എന്താ ചെയ്യുക? അതിനെ ക്യാൻസൽ ഓഫ് ആക്കാൻ വേണ്ടി അതേ മാഗ്നിറ്റ്യൂഡ് ഉള്ളത് ഓപ്പോസിറ്റാണ് ഉണ്ടാക്കുക. അതാണ് മൈനസ് സൈൻ സൂചിപ്പിക്കുന്നത്. സോ ആൻസർ എന്താ വരിക? 1/4πε0യുടെ നെഗറ്റീവ് പരിപാടിയാണ് Q/r². ഇതാണ് ആരുണ്ടാക്കുക? മൊത്തത്തിലുള്ള 11 ചാർജ് കൂടി ഉണ്ടാക്കുക. സോ ആൻസർ ഇസ് വാട്ട്? യുവർ ആൻസർ ഇസ് വാട്ട്? ഓപ്ഷൻ 3. മക്കളെ മനസ്സിലായോ? കൺസെപ്റ്റ് മനസ്സിലായോ? സാറേ മനസ്സിലായില്ല. നമ്മൾ ആലോചിക്ക്, ഈ 12 ചാർജ് എല്ലാവരും കൂടി അധ്വാനിച്ചിട്ടാണ് സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് എന്താവുന്നത്? 0 ആവുന്നത്. ഇനി ചോദ്യം എന്താണ്? ഈ 12ാമത്തെ ചാർജ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഇനി സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് എന്ത് എന്നാണ് ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് എന്ത് എന്നുള്ളതാണ് ചോദ്യം. മനസ്സിലാവുന്നുണ്ടോ? നോക്ക്, ഈ 12 ചാർജ് എല്ലാവരും കൂടി കഷ്ടപ്പെട്ട് അധ്വാനിച്ചാണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്താക്കുന്നത്? 0 ആക്കുന്നത് അല്ലേ? ഈ Q എന്ന് പറഞ്ഞ സാധനം എന്താ? സെൻട്രൽ എന്താ കൊടുക്കുക? ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡ് എന്ന് ഞാൻ ഒന്ന് മാറ്റി വൃത്തിക്ക് വരച്ചുതരാം. ഒന്ന് വൃത്തിക്ക് കാക്ക വരച്ചുതരാം. നോക്കിയേ, ഒരു സെക്കൻഡ്, ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ, നോക്കിക്കേ, ഈ Q ഇതാണ് 12ാമത്തെ ചാർജ് ചോദിക്കുക. അത് മറ്റേ ബാക്കി 11 ചാർജുകളാണ്. ഈ 12ാമത്തെ ചാർജ് സെൻട്രൽ എന്താ ചെയ്യുക? ഇങ്ങോട്ട് ഇലക്ട്രിക് ഫീൽഡാണ് തരിക. ഇവരെല്ലാവരും കൂടിയും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ട് സെൻട്രൽ ഇലക്ട്രിക് ഫീൽഡ് എന്താണ്? 0 ആണ്. ഇവരെല്ലാവരും കഷ്ടപ്പെട്ട് അധ്വാനിച്ചിട്ടാണ് ഈ കമ്പൗണ്ട് കറക്റ്റ് എന്ത് ചെയ്യുന്നത്? ഇങ്ങോട്ട് ക്യാൻസൽ ഓഫ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഇങ്ങോട്ടുള്ള ഈ ദൂരം 6 ആണെങ്കിൽ ഇവന് ഇങ്ങോട്ടുണ്ടാക്കുന്ന ഫോഴ്സ് എന്തായിരിക്കും? ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും? KQ/r².
അപ്പോൾ ഇവർ 11 പേര് കൂടി എന്താണ് ചെയ്യേണ്ടത്, ഇങ്ങോട്ട് അതേ KQ ഡിവൈഡ് ബൈ R² കൊടുത്താൽ മതി. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് എന്താവും, 0 ആവും. അപ്പോൾ അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. 12ാമത്തെ ചാർജിനെ എടുത്തു കളഞ്ഞാൽ ഇഫ് 1 ഓഫ് ദി ചാർജസ് റിമൂവ്ഡ് ദി നെറ്റ് ഇലക്ട്രിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ. സോ ആൻസർ ഇസ് വാട്ട്, 3Q ഡിവൈഡ് ബൈ 4πε0 R². ഓക്കെ അല്ലേ, നല്ല ക്വസ്റ്റ്യൻ, കൺസെപ്റ്റ് സെറ്റ് ആവുന്ന ക്വസ്റ്റ്യൻ, 2 വട്ടം കേട്ടാൽ സെറ്റ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കി മക്കളെ, എ സ്ഫെറിക്കൽ കണ്ടക്ടർ ഓഫ് റേഡിയസ് 10 cm ഹാസ് എ ചാർജ് ഓഫ് 3.2 × 10⁻⁷ കൂളും യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്. വാട്ട് ഈസ് ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ഇലക്ട്രിക് ഫീൽഡ് അറ്റ് എ പോയിന്റ് 15 cm ഫ്രം ദി സെൻറ്റർ ഓഫ് ദി സ്ഫിയർ? വളരെ സിമ്പിൾ ഡിമ്പിൾ ക്വസ്റ്റ്യൻ, വളരെ സിമ്പിൾ ഡിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു സ്ഫിയർ ഹേ, ഈ സ്ഫിയറിൻ്റെ റേഡിയസ് എത്രയാണ്, 10 cm ആണ്. ഈ സ്ഫിയറിൻ്റെ സെൻറ്ററിൽ നിന്ന് 15 cm അകലെ, 15 cm സങ്കല്പിക്കുക കേട്ടോ, ഇത്ര ഒന്നും ഉണ്ടാവില്ല, 15 cm, ഓക്കെ, 15 cm അകലെ ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് ക്യാ ഹേ ബേട്ട എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഗോസിലൊക്കെ സെറ്റായി നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ സ്ഫിയറിൻ്റെ മൊത്തത്തിലുള്ള ചാർജ് എവിടെ സങ്കല്പിക്കാം, സെൻറ്ററായിട്ട് സങ്കല്പിക്കാം. ഇവിടെ മൊത്തത്തിൽ ദൂരം 15 cm, കണ്ണും മുട്ടി എന്ത് കൊടുത്താൽ മതി, 1/4πε0 Q ഡിവൈഡ് ബൈ ആ 15² കൊടുത്താൽ 15 cm² കൊടുത്താൽ മതി. ഈ 10 cm നമ്മുടെ റെലവൻസ് ഇല്ല. സാർ അതൊക്കെ എങ്ങനെ സാറേ, മക്കളെ പ്രീവിയസ് വീഡിയോ ഒന്ന് കാണടാ, അവിടെ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, ഇനി വാല്യൂസ് ഒക്കെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട്, 3 വരും, Qന് വരും 3.2 × 10⁻⁷, 1/4πε0 നമുക്കറിയാം, ഇത് സോൾവ് ചെയ്ത പരിപാടി തീർന്നു. സോ E = 1/4πε0 വാല്യൂ എത്രയാ, 9 × 10⁻⁹. Q എത്ര തന്നിട്ടുള്ളത്, 3.2 × 10⁻⁷. ഡിവൈഡ് ബൈ 15 cm² എത്രടാ, 225 × 10⁻⁴. ഓക്കെ അല്ലേ, ഇത് വെട്ടി ഇത് 25 തവണ വെട്ടി. അപ്പോൾ ഇത് മേലോട്ട് പോകുമ്പോൾ 10⁻⁻3, ഇത് 10⁻⁶ ആണ് വരിക. 10⁻⁶ 3.2 32 എന്നാക്കി. അപ്പോൾ മൊത്തത്തിൽ ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ടു എത്ര വരിക, 32 ഡിവൈഡ് ബൈ 25 × 10⁻⁴ എത്ര പറഞ്ഞെത്രയാ, 396 10⁻⁵. അപ്പോൾ എത്ര വരിക, 1 point something, എത്ര മതി, 1 point something. സോ 1 point something × 10⁻⁵ ആണ് ഉത്തരം വേണ്ടത്. അങ്ങനത്തെ ഓപ്ഷൻ ഏതാണുള്ളത്, 10⁻⁵, ഓപ്ഷൻ 1. ബഹുത് അച്ഛ, ഓപ്ഷൻ 1. ഓക്കെ അല്ലേ, കൺസെപ്റ്റ് സെറ്റ് അല്ലേ, പ്രീവിയസ് നീറ്റ് ക്വസ്റ്റ്യൻ, വെരി സിമ്പിൾ. ഓക്കെ അല്ലേ, അപ്പോൾ നമ്മുടെ ക്ലാസ് സ്ഥിരമായിട്ട് ഫോളോ ചെയ്ത കുട്ടികൾക്കൊക്കെ ടപ്പേന്നുണ്ട് മക്കൾ ചെയ്യുന്നുണ്ടാവും, ചെയ്യാം. 2 parallel infinite line charges with linear charge densities +λ and +λ coulomb per meter are placed at a distance r. The electric field midway between the 2 charge sheets. ഇവിടെ മിഡ്വേ വേണം. എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു +λ എന്ന് പറഞ്ഞാൽ ഇൻഫൈനറ്റ്ലി ലോങ് ആയിട്ടുള്ള +λ എന്ന് പറഞ്ഞാൽ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത്, ഇത്രയും ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഉള്ള ഒരു വയറുണ്ട്, ഇത്രയും ചാർജ് പെർ യൂണിറ്റ് സെയിം λ ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ഉള്ള വയറുണ്ട്. ഇവർ എക്സാക്ട്ലി സെൻറ്ററിൽ ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡ്. ഇവൻ ഇങ്ങോട്ട് എന്താ കൊടുക്കുക, λ ഡിവൈഡ് ബൈ 2πε0. ഈ ദൂരം ഒരു r ആണെങ്കിൽ ε0 r എന്ന് പറഞ്ഞ് എഴുതാം. ഓക്കെ, ഇവൻ ഇങ്ങോട്ട് എന്താ കൊടുക്കുക, അതേ ഇവനെന്താ കൊടുക്കുക, അതേ λ 2πε0. ഇത് നമ്മളെ ദൂരം, ഇത് r ആണെങ്കിൽ ഇതും r തന്നെ, കാരണം മിഡ്വേ എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ ഇത് r ആണെങ്കിൽ ഇതും r തന്നെയാണ്, ഇതാണ് ഉണ്ടാവുക. നോക്കിയാൽ 2 സെയിം സാധനം, ഡിറ്റോ സാധനം ക്യാൻസൽ ഓഫ് ചെയ്ത് പോകും. മനസ്സിലായി മക്കളെ, ഷീറ്റാവുന്ന സമയത്ത് ഷീറ്റ് ഇവിടെ വയറാവുന്ന സമയത്ത് എക്സാക്ട്ലി മിഡ് പോയിന്റ് എന്ത് സംഭവിക്കുന്നുള്ളൂ, ക്യാൻസലേഷൻ സംഭവിക്കുന്നു, കാരണം ദൂരേറ്റ് ബന്ധമുണ്ട്. ഷീറ്റാവുന്ന സമയത്ത് എന്തില്ല, ദൂരേറ്റ് ഒരു ബന്ധമില്ല. മിഡ്വേ മാത്രമല്ല, എവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും, 0 ആയിരിക്കും, സെയിം ചാർജ്ഡ് ആണെങ്കിൽ. ഓപ്പോസിറ്റ് ചാർജ്ഡ് ആണെങ്കിൽ എന്താ, നമ്മൾ ഡിറൈവ് ചെയ്തതാ, വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, സിഗ്മ ഡിവൈഡ് ബൈ ε0 ആവും, ഒക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്, ആണോ. സോ ഇതിൽ ആൻസർ എന്താ വരിക മക്കളെ, ഓപ്ഷൻ ബി, 0 ആണ് വരിക. പെർഫെക്റ്റ്, റൈറ്റ്. അടുത്ത ക്വസ്റ്റ്യനോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, a sphere encloses an electric dipole with charge +and -3 × 10⁻⁻6 coulomb. What is the total electric flux through this sphere? പറഞ്ഞേ മക്കളെ, എൻ്റെ കുട്ടികളൊന്ന് പറഞ്ഞേ. ഒരു സ്ഫിയർ ഉണ്ട്, ഒരു സ്ഫിയറിനുള്ള ഡൈപ്പോൾ എന്ന് പറഞ്ഞാൽ എന്താ, ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ചാർജ് സെപ്പറേറ്റഡ് ബൈ ഷോർട്ട് ഡിസ്റ്റൻസ്. 3 പോയിൻ്റൊക്കെ പറഞ്ഞ ഓർമ്മയില്ലേ. അപ്പോൾ നോക്കിക്കേ, ഇനി ഇവിടെ ഈ വാല്യൂ നമുക്ക് വേണ്ട, നമ്മൾ ഗോസ് ലോ പ്രകാരം പഠിച്ചിട്ടുണ്ട്, നെറ്റ് ഫ്ലക്സ് ത്രൂ എ ക്ലോസ് സർഫേസസ് എൻക്ലോസ് ഡിവൈഡ് ബൈ ε0. ടോട്ടൽ ചാർജ് എൻക്ലോസ്ഡ് എന്താ മക്കളെ, മൈനസ് ക്യാൻസൽ ഓഫ് ചെയ്തു അല്ലേ, ഈക്വലാണ്. ഇത് -5 ആണെങ്കിൽ ഇത് -5, ഇവിടെ ഇത് -3, ഇത് +3. ടോട്ടൽ ചാർജ് എന്താ, 0. സോ ദിസ് ഈസ് ഈക്വൽ ടു 0 ബൈ ε0 വിച്ച് ഇസ് 0. സോ 5 എത്ര മക്കളെ വരിക, 0 ഇസ് ദി ആൻസർ.
ഓക്കെ, സിമ്പിൾ ക്വസ്റ്റ്യൻ. അയ്യേ സാറേ ഇതൊക്കെയാണോ സാറേ ചെയ്യിപ്പിക്കുന്നത്? മക്കളെ ഇതാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്. അത് ഞാൻ പറഞ്ഞേ, നമ്മൾ ലെവൽ 1 ക്വസ്റ്റ്യനാണ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാം നമ്മൾ ലെവൽ 2 ലെവൽ 3 കയറുന്നുണ്ട്. ഓക്കെ, വരുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതാ വന്നു, കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ വന്നു. ഒരു ലെവൽ 1.52 നമ്മൾ കിടക്കുകയാണ്. ആൻഡ് ഇലക്ട്രോൺ ഫാൾസ് ഫ്രം റെസ്റ്റ് ത്രൂ എ വെർട്ടിക്കൽ ഹൈറ്റ് h in a uniform and vertically upward direct electric field E. The direction of the electric field is now reversed, keeping its magnitude the same. Keeping the magnitude the same. A proton is allowed to fall from rest through the same vertical distance h. The fall time of the electron in comparison to the fall time of the proton is. നല്ല ക്വസ്റ്റ്യൻ മക്കളെ. ഒന്ന് എൻ്റെ കുട്ടികൾ ഒന്ന് പോസ് ചെയ്തിട്ട് ഒന്ന് ചെയ്തേ. എൻ്റെ മക്കളൊന്ന് ചെയ്തേ. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു ഹൈറ്റ്, ഏതോ ഒരു ഹൈറ്റ്, ഒരു h ഹൈറ്റിൽ നിന്ന് ആദ്യം എന്ത് ചെയ്യാണ്, ഒരു ഇലക്ട്രോൺ എന്ത് ചെയ്യാണ്, താഴത്തോട്ട് വീഴുകയാണ്. അപ്പോൾ h ഹൈറ്റിൽ നിന്ന് താഴത്തോട്ട് ഇലക്ട്രോൺ വീഴുന്ന 2 കാരണമുള്ളത്. ഒരു കാരണം എന്ന് പറയുന്നത് എന്താണ്, ഭൂമി അതിനെ വലിക്കുന്നുണ്ട്. അതിനെക്കാട്ടും വലുതായിട്ട് ഇവിടെ എന്ത് പറഞ്ഞിട്ടുണ്ട്, ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. സാറേ ഇലക്ട്രോൺ എങ്ങനെ സാറേ ഭൂമി വലിക്കുന്നത്? മക്കളെ ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ഒരു മാസല്ലേ, 9×10⁻³ kg എന്ന് പറഞ്ഞ സാധനം ഇങ്ങനെ എയറിൽ ഇങ്ങനെ നിൽക്കുമോ? നിൽക്കില്ല. എന്തൊക്കെയാണ് ഞാൻ കാട്ടുന്നത്? നിൽക്കില്ല. ഭൂമി എന്തെങ്കിലും അതിനെ വലിക്കും അല്ലേ? G എന്ന് പറഞ്ഞ ഫോഴ്സിൽ താഴത്തോട്ട് വീഴും, അല്ലെങ്കിൽ യാതൊരു സംശയമില്ല. പക്ഷേ അതിനെക്കാട്ടി ഉപരി ഇവിടെ എന്തുണ്ട്, ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് എങ്ങോട്ടാണുള്ളത്? ഇനീഷ്യൽ എങ്ങോട്ടാണ്? വെർട്ടിക്കലി അപ്വേർഡ്സ് ഉള്ളത്. ഇങ്ങോട്ടാണ് ആ ഇലക്ട്രിക് ഫീൽഡ്. യൂണിഫോം ആയിട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് മുകളിലോട്ടാണുള്ളത്. അപ്പോൾ നോക്കി മക്കളെ, ഇലക്ട്രോൺ നമ്മൾ പഠിച്ചതാ. ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ മൈനസ് ചാർജാണ്. ഒരു മൈനസ് ചാർജിന് ഫോഴ്സ് എങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക? ഇലക്ട്രിക് ഫീൽഡിൻ്റെ ഡയറക്ഷനിലാണോ എക്സ്പീരിയൻസ് ചെയ്യുക, അല്ല ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എക്സ്പീരിയൻസ്? നമ്മൾ പറഞ്ഞതാ, ഓർമ്മയില്ല, ഒരാൾക്ക് ഒന്നും ഓർമ്മയില്ല. ഒരു +q ചാർജിന് ഒരു E എന്ന് പറഞ്ഞ സാധനത്തിൽ E ഇങ്ങോട്ടാണെങ്കിൽ ഈ +q ചാർജിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ആ ഇലക്ട്രിക് ഫീൽഡിന് അലോങ് ആയിട്ട് +QE എന്ന് പറഞ്ഞ ഫോഴ്സ് ആക്ട് ചെയ്യുക. ഒരു -q സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡിലാണ് അതിനെ കൊണ്ടുവെക്കുകയാണെങ്കിൽ ഇവനിൽ ഓപ്പോസിറ്റ് ഇങ്ങോട്ടാണ് ഇവനിക്ക് എങ്ങോട്ട് എക്സ്പീരിയൻസ് ചെയ്യുക? QE എന്ന് പറഞ്ഞ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. -q അഥവാ ഇങ്ങോട്ടാണ് സാധനം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ എൻ്റെ മക്കളെ നോക്കിക്കേ, ഇലക്ട്രിക് ഫീൽഡ് അപ്വേർഡോട്ടാണ്. അപ്പോൾ ഈ ഇലക്ട്രോൺ മൈനസ് ചാർജാണ്, എനിക്ക് എങ്ങോട്ടാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക? അടിയിലോട്ടാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുക. അപ്പോൾ ഭൂമി പിടിച്ച് വലിക്കുന്നതിനെക്കാട്ടി അടിപൊളിയായിട്ടാണ് ഫും എന്ന് പറഞ്ഞാൽ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. മക്കൾ നമുക്കറിയാം, ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെക്കാട്ടി എത്രയോ ഇരട്ടി നമ്മൾ പഠിച്ചാണ് അല്ലേ? അപ്പോൾ നോക്കിക്കേ, ഇവനെ അടിയിലോട്ട് വലിക്കുന്ന മേജർ ഫോഴ്സ് എന്താണ്? MA = എനിക്ക് എന്ത് എഴുതാം? QE എന്ന് പറഞ്ഞ് എഴുതാം. +mg എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വേണമെങ്കിൽ എഴുതാം. ആ mg വളരെ ചെറുതാണ് ആസ് കമ്പയർഡ് ടു ദിസ്, വളരെ ചെറുതാണ്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇത് നോക്കിക്കേ, A = എന്താ വരിക? QE/m ആണ് വരിക. ഓക്കെ, ഇതാണ് ഇലക്ട്രോൺ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആക്സിലറേഷൻ. ഓക്കെ, QE/ma. ഇനി പ്രോട്ടോണിൻ്റെ ഇക്വേഷൻ ഇതേപോലെ എഴുതുക. പ്രോട്ടോണിൻ്റെ ഇക്വേഷൻ നോക്കിക്കേ, പ്രോട്ടോൺ = അവൻ്റെ ചാർജ്, അവിടെയുള്ള അതേ ഇലക്ട്രിക് ഫീൽഡ് / മാസ് ഓഫ് പ്രോട്ടോൺ വരിക. എൻ്റെ മക്കളൊന്ന് പറഞ്ഞേ സാറേ, അങ്ങനെ സാറേ ഇലക്ട്രിക് ഫീൽഡ് മുകളിലോട്ടാണെങ്കിൽ പ്രോട്ടോൺ ഇവിടെ വെക്കുകയാണെങ്കിൽ ഇവർക്ക് ഫോഴ്സ് മുകളിലോട്ടല്ല എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. ക്വസ്റ്റ്യൻ സൂക്ഷിച്ച് വായിക്കുക. ക്വസ്റ്റ്യൻ പിന്നെ എന്ത് പറയുന്നുണ്ട്? മാഗ്നിറ്റ്യൂഡ് സെയിം ആക്കി നമ്മൾ ഡയറക്ഷൻ റിവേഴ്സ് ചെയ്യുന്നുണ്ട്. പ്രോട്ടോണെ താഴത്തോട്ട് ഇടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇലക്ട്രിക് ഫീൽഡിനെ അടിയിലോട്ടാക്കുന്നുണ്ട്. അപ്പോൾ ഫും എന്ന് പറഞ്ഞാൽ പോവുക ചെയ്യുക. അപ്പോൾ അടിയിലോട്ടല്ല അവൻ പോവുക, താഴത്തോട്ടാണ് പോവുക. ഇലക്ട്രിക് ഫീൽഡ് അടിയിലോട്ടാക്കിയെങ്കിൽ ഫോഴ്സും അതിലൂടെയാണ് ആക്ട് ചെയ്യുക, അടിയിലോട്ടാണ് പോവുക. അപ്പോൾ നോക്കിക്കേ, ഇലക്ട്രോണിൽ ആക്ട് ചെയ്യുന്ന ആക്സലേഷൻ QE/me ആണ്. പ്രോട്ടോണിൽ ആക്ട് ചെയ്യുന്ന ആക്സലേഷൻ QE/mp ആണ്. ഇലക്ട്രോണും പ്രോട്ടോണും സെയിം ആണ്, ഇലക്ട്രിക് ഫീൽഡ് സെയിം ആണ്, മാഗ്നിറ്റ്യൂഡ് യാതൊരു വ്യത്യാസവും ഇല്ല. അപ്പോൾ ആകെ ആക്സലേഷൻ എന്ന് പറഞ്ഞ എൻറ്റിറ്റി ആകെ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാ മക്കളെ? മാസിനെയാണ്. ആർക്കാ കുറവ് മാസ്? ഇലക്ട്രോണാ കുറവ് മാസ്. ഇലക്ട്രോണ് കുറവ് മാസാണെങ്കിൽ ആക്സലേഷൻ ഓഫ് ദി ഇലക്ട്രോൺ വിൽ ബി ഗ്രേറ്റർ, ഫാർ ഗ്രേറ്റർ. എത്രയോ ഗ്രേറ്റർ ആയിരിക്കും, നമുക്കറിയാം എത്രയോ ഗ്രേറ്റർ ആയിരിക്കും. 10⁻31 ആണ്, 10⁻27 ആണ്. എത്രയോ ഗ്രേറ്ററാണ് ഇലക്ട്രോണിൽ ആക്ട് ചെയ്യുന്ന ആക്സലേഷൻ ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഈ ഇലക്ട്രോൺ ഫും എന്നാണ് താഴത്തെത്തുന്നു. പ്രോട്ടോൺ അത്രയും ഫും പറഞ്ഞ് എത്തുന്നുണ്ടോ? ഇല്ല, കാരണം ആക്സലേഷൻ കുറവാണ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പം ആരാ പെട്ടെന്ന് താഴെത്തുക? ഇലക്ട്രോണാണ് പെട്ടെന്ന് താഴെത്തുക. അപ്പോൾ ഇനി ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ എന്താ? ദി ഫോൾ ടൈം ഓഫ് ദി ഇലക്ട്രോൺ ഇൻ കമ്പാരിസൺ ടു ദി ഫോൾ ടൈം ഓഫ് പ്രോട്ടോൺ ഈസ്. ഫോൾ ടൈം എത്ര ടൈം കൊണ്ടാണ് താഴെത്തുക? ആരാണ്? ഇലക്ട്രോൺ ആണോ പ്രോട്ടോൺ ആണോ വേഗം താഴെത്തുക? ആരാ വേഗം താഴെത്തുക? ഇലക്ട്രോൺ ആണ് വേഗം താഴെത്തുക. അപ്പോൾ ഫോൾ ടൈം ഓഫ് ഇലക്ട്രോൺ ഇസ് വാട്ട്? ലെസ്സർ. സോ യുവർ ആൻസർ ഇസ് സ്മോളർ. കാരണം നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും, ഈ ക്വസ്റ്റ്യൻ ഒന്നും വായിച്ച് നമ്മൾ മനസ്സിലാക്കാനും നിൽക്കില്ല. 5 ടൈംസ് ഗ്രേറ്റർ 10 ടൈംസ് ഗ്രേറ്റർ എന്നൊക്കെ ആലോചിക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിലേതോ ഒന്നാണ്.
അപ്പോൾ നമ്മൾ ആയിരിക്കുന്നു ഒന്നിൻ്റെ പവർ 10⁻27 ആണ്, മറ്റേൻ്റെ പവർ 10⁻31 ആണ്. ഒരു 10⁴ ഒക്കെ വ്യത്യാസമാണ്. വെറുതെ പറയാട്ടോ, 4ൻ്റെ വ്യത്യാസം. അപ്പോൾ ഒരു 5 ഒക്കെ ആയിട്ട് അല്ലേ എങ്ങനെയെങ്കിലൊക്കെ നമ്മൾ എന്തിലോട്ട് ഇത് പോയി വെറുതെ കൊണ്ട് കുത്തും, ആലോചിക്കില്ല. ഞാനൊക്കെ അങ്ങനെ ചെയ്തിരുന്നു കൊണ്ട്, മനസ്സിലാകുന്നുണ്ടോ? എന്തൊക്കെയൊക്കെയോ ഒരു കണക്ക്, ഉടായ്പ കണക്ക് എങ്ങനെയൊക്കെയോ കൂട്ടി ഇതെന്താണ്ട് പറയും. അങ്ങനെയൊന്നുമില്ല, പ്രോപ്പറായിട്ട് ആലോചിക്കുക. സ്മോളറാണ് ആൻസർ. നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, അടുത്ത ദിവസത്തിലോട്ട് പോകാം മക്കളെ, തീരാനായി. A toy car with a charge q moves on a frictionless horizontal plane surface under the influence of a uniform electric field E. Due to the force QE, its velocity increases 0 to 6 cm per second, 1 second duration. At that instant, the direction of the field is reversed. The car continues to move for 2 more seconds under the influence of this field. The average velocity and the average speed of the toy car between 0 to 3 seconds is. നല്ല ക്വസ്റ്റ്യൻ, ഒരു ലെവൽ 2 ക്വസ്റ്റ്യൻ. ഓക്കെ മക്കളെ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ട് ഈ ഒരു പാർട്ട് അവസാനിക്കാം. എന്നിട്ട് നമുക്ക് അടുത്ത പാർട്ടിൽ ബാക്കിയുള്ള നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, കുറച്ചധികം ലെങ്തി ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, പക്ഷേ നല്ല ക്വസ്റ്റ്യൻ, ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താ പറയുന്നത്, ഒരു ടോയ് കാർ. ഓക്കെ, മെക്കാനിക്സ് വേണമെന്ന് കുട്ടികൾ ഇങ്ങനെ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ അതിൻ്റെ ഒരു പരാതി വേണ്ട. ഏതാ കാർ? എനിക്ക് ആകെ മര്യാദയ്ക്ക് വരയ്ക്കാറുന്ന സാധനമാണ് ഇങ്ങനത്തെ കാർ. സാറേ ഇതാണോ മര്യാദയ്ക്ക്? ഇതാണ് എൻ്റെ മര്യാദയ്ക്കുള്ള സാധനം. ഓക്കെ, എന്താണ് പറയുന്നത്? എന്താ മക്കളെ പറയുന്നത്? ഇവരിൽ ഈ ടോയ് കാർ ഒരു ക്യൂ എന്ന് പറഞ്ഞ ചാർജ് ഉണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ, ഇവൻ ടോയ് കാർ നല്ല റെസ്റ്റിൽ, ശാന്തി സമ്മാനത്തിൽ, നല്ല v=0, ഇനീഷ്യൽ വെലോസിറ്റി u=0 ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോഴാണ് പെട്ടെന്ന് ഒരാൾ എന്ത് ചെയ്തത്, ഇവിടെ ഇലക്ട്രിക് ഫീൽഡ് ഓൺ ആക്കിയത്. ഈ ക്യൂവിൽ എന്ത് ആക്ട് ചെയ്യും? QE എന്ന് പറഞ്ഞ ഫോഴ്സ്, ഫിം എന്ന് പറഞ്ഞ ആക്ട് ചെയ്യുന്നു. ആക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്? ഒരു സെക്കൻഡ് കൊണ്ട് 0 എന്ന് പറഞ്ഞ വെലോസിറ്റി എന്താവാണ്? 6 m/s എന്നുള്ള വെലോസിറ്റിയാണ്. ഇതിനടുത്ത ടൈമാണ് എന്ത്? 1 സെക്കൻഡ്. ഇതാണ് ഒരു മോഷൻ. ഓക്കെ, ഇനി എന്താ പറയുന്നത്? അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ്, ഏത് ഒരു സെക്കൻഡിന് ശേഷം, അറ്റ് ദാറ്റ് ഇൻസ്റ്റൻറ്റ് ദ ഡയറക്ഷൻ ഓഫ് ദി ഫീൽഡ് ഇസ് റിവേഴ്സ്. ഇങ്ങനെ കിടക്കുന്ന ഈനെ ഇവിടെ ഈ ഒരു പോയിന്റ് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഇങ്ങോട്ട് എന്ത് കൊടുക്കുകയാണ്? അതേ കൊടുക്കുകയാണ്. ഓക്കെ, റിവേഴ്സ്. ദ കാർ കണ്ടിന്യൂസ് ടു മൂവ് ഫോർവേഡ് ഫോർ അനദർ 2 seconds. ദി ആവറേജ് വെലോസിറ്റി ആൻഡ് ആവറേജ് സ്പീഡ് ഓഫ് ദി കാർ ഈസ്. അപ്പോൾ ആവറേജ് വെലോസിറ്റി കണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. മനസ്സിലാവുന്നുണ്ടോ? ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് വേണം. അപ്പോൾ നമുക്ക് ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര വേണം? പിന്നെ എന്നിട്ട് ആവറേജ് സ്പീഡ്, ടോട്ടൽ ഡിസ്റ്റൻസ് വേണം. അപ്പോൾ നമുക്കൊന്ന് ആലോചിക്കാം, ഇവിടെ എന്തൊക്കെ എൻറ്റിറ്റീസാണ് നമുക്കുള്ളത്. ജസ്റ്റ് ഒന്ന് ആലോചിക്കാം. നോക്കിയേ മകളെ, നോക്കിക്കേ, ഈ കണ്ടീഷനിൽ u=0 ആണ്, വെലോസിറ്റി =6 ആണ്, ടൈം =1 സെക്കൻഡ് ആണ്. കണ്ടുപിടിക്കണം. എത്ര അവിടെ ഉണ്ടായിട്ട് ആക്സലറേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കണം. v ഉണ്ട്, u ഉണ്ട്, a ഉണ്ട്, t ഉണ്ട്. ഇക്വേഷൻ ഇതാ, v=u + at, 6 = 0 + 1a × 1. അപ്പോൾ a എത്രയാ? 6 m/s². ഇതാണ് ആ ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ആക്സലറേഷൻ. ഇതെന്തിനാണ് കണ്ടുപിടിച്ചത്? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി അടുത്ത മോഷൻ നോക്കിയേ, 6 m/s². ഇത് വെലോസിറ്റി എത്രയാ? 6 m/s. ഇനി ഈ ഒരു പോയിന്റ് എൻ്റെ മക്കളൊന്ന് ആലോചിക്കുക. ഈ പോയിന്റിന് ശേഷം, ഓക്കെ, ഈ പോയിന്റിന് ശേഷം നോക്കിക്കേ, ബോഡിയുടെ വെലോസിറ്റി ഇങ്ങോട്ട് 6 m. ഇനീഷ്യൽ കണ്ടീഷൻ പറയുകയാണെ. ഇനി ഇവിടുത്തെ ഇനീഷ്യൽ കണ്ടീഷൻ u എത്രയാ? 6 m/s. ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ റിവേഴ്സ് ആക്കി. അപ്പോൾ ആക്സലറേഷൻ എന്താ സംഭവിക്കുക? റിവേഴ്സ് ആവും. ഇലക്ട്രിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്. അപ്പോൾ ഈ 6 എന്ന് പറയുന്ന ആക്സലറേഷൻ നേരത്തെ ഇങ്ങോട്ടുണ്ടായ ആക്സലറേഷൻ ഇപ്പോൾ എന്താ സംഭവിക്കുക? ഇങ്ങോട്ട് ആക്ട് ചെയ്യും. സോ -6 m/s² എന്ന് പറയുന്ന ആക്സലറേഷനാണ് ഉണ്ടാവുക. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിക്കുക, ഈ u അങ്ങോട്ട് 6, a ഇങ്ങോട്ട് 6 m/s². അപ്പം വെറും ഒരു സെക്കൻഡ് കൊണ്ട് ഇതിൻ്റെ വെലോസിറ്റി 0 ആവൂലേ? സാറേ അതെങ്ങനെ സാറേ? മക്കളെ അതൊക്കെ നമ്മളിങ്ങനെ വണ്ടി ചെയ്ത് ഇങ്ങനെ സെറ്റായ ടപ്പ് എന്ന് പറഞ്ഞ് പറയും. നോക്കി മക്കളെ, ഈ ഒരു മോഷൻ നോക്കുക. എൻ്റെ മക്കളെ ഈ മോഷൻ നോക്കുക. ഈ ഒരു മോഷൻ ഞാൻ എഴുതി നോക്കിക്കേ, v എനിക്ക് അറിയാൻ പാടില്ല. ഓക്കെ, u എന്നുള്ള സാധനം 6 ആണ്, a എന്നുള്ള സാധനം -6 ആണ്. സോറി, u 0 ആവുന്ന പോയിന്റ് ഞാൻ നോക്കുക. എന്തിനാണ് 0 ആവുന്ന പോയിന്റ് ഞാൻ നോക്കുന്നത്? കാരണം ബോഡി തിരിയുകയാണെങ്കിൽ ആ പോയിന്റ് വെലോസിറ്റി 0 ആയിരിക്കും. അപ്പോൾ ടൈം എത്ര? ടൈം എത്ര എന്നാണ് ചോദ്യം. ടൈം എത്ര വരിക? ഞാൻ v u + at എന്നാണ് കൊടുക്കുകയാണെങ്കിൽ 0 = 6 - 6 × t, 6 = 6t, t എത്ര കിട്ടുക? 1 സെക്കൻഡ്. എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡും കൂടി അത് ഫ്രണ്ടിലോട്ട് സഞ്ചരിക്കും. ഓക്കെ, ഒരു സെക്കൻഡ് കൂടി അത് എന്ത് ചെയ്തു? ഫ്രണ്ടിലോട്ട് സഞ്ചരിച്ചു. അപ്പോൾ ബേസിക്കലി ഇപ്പോൾ എന്താ ഉണ്ടായത്? നോക്കിക്കേ, ഒന്ന് മാറ്റി വരയ്ക്കാം. എല്ലാ മക്കൾക്കും ഇപ്പം എല്ലാം മനസ്സിലാവും. നോക്കിക്കേ, ഇത് ബേസിക്കലി ഓക്കെ എന്താ ഉണ്ടായത്? 0 വെലോസിറ്റി ഉള്ള ബോഡി 6 m/s എന്നുള്ള വെലോസിറ്റി അറ്റൈൻ ചെയ്തു ഒരു സെക്കൻഡ് കൊണ്ട്.
ഇനി ഈ മോഷൻ അവൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി 6 ആണ്. അവൻ വീണ്ടും 1 സെക്കൻഡ് എടുത്തിട്ട് എന്താ സംഭവിച്ചത്, അത് വെലോസിറ്റി വീണ്ടും എന്തായി 0 ആയി മാറി. ഇവിടെ ഈ സിനാരിയോയിൽ ആക്സലേഷൻ എങ്ങോട്ടാണ് കളിക്കുന്നത്, ഇങ്ങോട്ടാണ് ആക്സലേഷൻ കളിക്കുന്നത്, വിച്ച് ഈസ് -6 m/s² ആണ്. ഇവിടുത്തെ ആക്സലേഷൻ ഇങ്ങോട്ടാണ് 6 m/s² ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ 1 സെക്കൻഡ് കൊണ്ട് ഇവിടെ എത്തി. അപ്പോൾ 1 സെക്കൻഡ് മോഷൻ ഇത്, 1 സെക്കൻഡ് മോഷൻ ഇത്. ടോട്ടൽ ബോഡി എത്ര സഞ്ചരിച്ചിട്ടുള്ളത്, 1 സെക്കൻഡിന് ശേഷം വീണ്ടും എത്ര സെക്കൻഡ് സഞ്ചരിച്ചു, 2 സെക്കൻഡ് സഞ്ചരിച്ചു. എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ 2 സെക്കൻഡിൽ 1 സെക്കൻഡ് ആയിട്ട് 1 സെക്കൻഡ് കൊണ്ട് സഞ്ചരിക്കുകയാണ്. അത് എങ്ങോട്ടാണ് സഞ്ചരിക്കുക, അത് ഇങ്ങോട്ടാണ് സഞ്ചരിക്കുക. സാറേ അതെങ്ങനെ മക്കളെ, വെലോസിറ്റി ഇങ്ങോട്ടായി, ആക്സലേഷൻ ഇങ്ങോട്ടുണ്ട്. ഏതുപോലെയാണ്, ഒരു ബോളിനെ മുകളിലോട്ട് എറിയുമ്പോൾ വെലോസിറ്റി കുറഞ്ഞ് 0 ആയി. പിന്നെ നോക്കിക്കേ, വെലോസിറ്റി അടിയിലോട്ട് കൂടി വരും. എന്ന് പറഞ്ഞാൽ ബോഡി മുകളിലോട്ട് പോയി ബോഡി അടിയിലോട്ട് വരും. അതേപോലെ അങ്ങോട്ട് പോയി കാറ് തിരിച്ച് ഇങ്ങോട്ട് വരും. അല്ലേ മക്കളെ, മനസ്സിലാവുന്നില്ലേ? അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇങ്ങനെയും 1 സെക്കൻഡ് ദൂരം സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോരോ ദൂരം കണ്ടെത്താം. ഈ ദൂരം എത്ര മക്കളെ വരിക, S = ut + ½ at² കൊടുക്കുന്ന സമയത്ത് ഇനീഷ്യലി ബോഡി റെസ്റ്റിൽ നിന്ന് തുടങ്ങുന്നത്, ut ടേമില്ല. S = ½ × 6 × 1 സെക്കൻഡ്² വെട്ടി 3 മീറ്റർ. അപ്പോൾ ഈ ദൂരം എത്രയാടാ, 3 മീറ്ററാണ്. ഓക്കെ അല്ലേ? ഇനി ഈ ദൂരം കണ്ടെത്തണം. ഇവിടെ ഞാൻ എന്ത് കൊടുക്കുകയാണ്, S = ut + ½ at² കൊടുക്കുന്ന സമയത്ത് S = ഈ മോഷൻ ഇനീഷ്യൽ വെലോസിറ്റി 6 × 1 + ½ × ആക്സിസ് നോക്കി മക്കളെ, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്, -6 × 1². അപ്പോൾ എത്ര വരിക, S = 6 വെട്ടി 3, 6 - 3 = 3 മീറ്റേഴ്സ്. അപ്പോൾ ഇത് എത്രയാണ്, 3 മീറ്റർ. സാറേ എന്തിനാ സാറേ ഇങ്ങനെയൊക്കെ വരച്ചൊക്കെ ചെയ്യുന്നത്? മക്കളെ ആവറേജ് സ്പീഡും ചോദിച്ചിട്ടുണ്ട്, മനസ്സിലായോ? ആവറേജ് വെലോസിറ്റി ചോദിച്ചാൽ ഒരു ഇതിന് ഒറ്റ മോഷൻ കാണിച്ചാൽ S = ut + ½ at² കൊടുത്താൽ മതിയായിരുന്നു. നമുക്ക് ഡിസ്പ്ലേസ്മെൻറ്റ് കിട്ടുമായിരുന്നു. ഇവിടുത്തെ ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്താൽ മതിയായിരുന്നു, നെറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് ആവുമായിരുന്നു. പക്ഷേ നമ്മുടെ എന്താ ചോദിച്ചതുള്ളത്, ആവറേജ് സ്പീഡും കണ്ടുപിടിക്കണം. സോ നമുക്ക് പാത്ത് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ഇതിൻ്റെ ടോപ്പ് ക്ലാസ് ക്വസ്റ്റ്യൻ ആവുന്നത്. ഇതൊരു ലെവൽ 2.5 ക്വസ്റ്റ്യനൊക്കെ നമുക്ക് സങ്കല്പിക്കാം. ഓക്കെ മക്കളെ, ഇനി ഇവിടുത്തെ നല്ല ക്വസ്റ്റ്യൻ രണ്ടാമതും മൂന്നാമതും കേൾക്കാം. നമ്മളെ വണ്ടിയുടെ ഒരു ബേസ് കുറവായിട്ടാണ് നിങ്ങൾക്ക് ഇത് പോകാനായിട്ട് തോന്നുന്നത്. അടുത്ത് നോക്കി മക്കളെ, ബേസിക്കലി ഇത് വണ്ടിയിലെ ക്വസ്റ്റ്യനാണ്. ആകെ ഇലക്ട്രോസ്റ്റാറ്റിക്കിൽ ഒരേ കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ QE എന്ന് പറയുന്ന ഒരു ഫോഴ്സാണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. അത് മാത്രമേ ഇലക്ട്രോസ്റ്റാറ്റിക് കൺസെപ്റ്റ് ഉള്ളൂ, ബാക്കി മൊത്തം വണ്ടി കൺസെപ്റ്റാണ്. ഇനി നോക്കിക്കേ, ഇനി ഇവിടെ നോക്കി, ഈ മോഷനിൽ നോക്കിക്കേ, ഈ മോഷനിൽ ബോഡി നോക്കി, അങ്ങോട്ട് പോയ ബോഡി ഇങ്ങോട്ടാണ് വരുന്നത്. അത് S = ഇവിടുത്തെ മോഷൻ, ഇവിടുത്തെ ഇനീഷ്യൽ വെലോസിറ്റി 0 അല്ലേ, റെസ്റ്റിൽ പോയി ടോപ്പ് മോസ്റ്റ് പോയിന്റ് റെസ്റ്റ്, അതേപോലെ ഈ പോയിന്റ് റെസ്റ്റാണ്. അപ്പോൾ S = ut + ½ at² എന്ന സമയത്ത് എന്തില്ല, ut എന്ന ടേം ഈ മോഷനില്ല. അപ്പോൾ S = എന്താ വരിക, ½ × -6 ആ ഡയറക്ഷനാണ് കാണിക്കുന്നത് × t² 1² വെട്ടി 3. S = -3 ആണ് കേട്ടോ. എന്ന് പറഞ്ഞാൽ ഈ ദിശയിലോട്ട് 3 ഉണ്ട് കേട്ടോ, മൈനസ് ഡയറക്ഷനാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നോക്കിക്കേ, ഇവൻ സഞ്ചരിച്ച ടോട്ടൽ ദൂരം എൻ്റെ മക്കൾ പറഞ്ഞേ 3 അല്ലേ, 3 ഇങ്ങോട്ട് 3 ടോട്ടൽ ദൂരം എത്രയാ, 3 + 3 + 3. ടോട്ടൽ ദൂരം, ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാടാ, 9 മീറ്റേഴ്സ്. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്ര, ഫിഗർ നോക്കി പറഞ്ഞേ. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് നോക്കിക്കേ, 3 അങ്ങോട്ട് 6, പക്ഷേ ഇങ്ങോട്ട് 3 വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇത്രയാണ്, ഇതാണ് ഇതിൻ്റെ ഇനീഷ്യൽ പോയിന്റ്, ഇതാണ് എൻ്റെ ഫൈനൽ പോയിന്റ്. ദൂരം എത്രയാ, വെറും 3. ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് എത്രയാ, 3 മീറ്റേഴ്സ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ടൈം ടോട്ടൽ 3 സെക്കൻഡ്സാണ്. ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞ സാധനം എന്താ, സ്പീഡ് ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ ഡിസ്റ്റൻസ് 9 / ടോട്ടൽ ടൈം 3 = 3 m/s. ടോട്ടൽ V ആവറേജ്, വെലോസിറ്റി ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താ, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് 3 / ടോട്ടൽ ടൈം 3 which is equal to 1 m/s. So this is the average velocity, this is the average speed. നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ മക്കളെ, രണ്ടാമത് മൂന്നാമത് കേൾക്കുക. നമ്മളെ വണ്ടി ബേസ് സെറ്റ് അല്ലായിട്ടാണ് മക്കളെ, വണ്ടി സെറ്റ് പ്ലീസ്. എത്രയോ വട്ടം കഴിഞ്ഞ 7-8 കൊല്ലമായിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്ന കാലത്ത് അത്രത്തോളം കാലം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മക്കളെ, വണ്ടി അത്രയും സെറ്റായിരിക്കണം. കാരണം മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ വണ്ടി 2D, ലോസ് ഓഫ് മോഷൻ, വർക്ക് എനർജി പവർ, റൊട്ടേഷൻ, ഒരു പരിധി വരെ ഗ്രാവിറ്റേഷൻ, ഇതെല്ലാം കിടക്കുന്നതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് വണ്ടിയിലാണ് കിടക്കുന്നത്. അപ്പോൾ വണ്ടി സെറ്റായിരിക്കണം മക്കൾ കേട്ടോ. ഗ്രാവിറ്റേഷൻ നമുക്ക് കണത്ത് കൂട്ടാം എന്നാലും. ഓക്കെ, എന്തായാലും വണ്ടി അത്രയും സെറ്റായിരിക്കണം. സോ യുവർ ആൻസേഴ്സ് വാട്ട്, ആവറേജ് വെലോസിറ്റി is 1 meter and average speed is 3 meter. Your answer is option what? Option B. നല്ല ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ദിസ് ഈസ് ദി ആൻസർ. ഓക്കെ അല്ലേ, പെർഫെക്റ്റ്, ഓൾറൈറ്റ് അല്ലേ മക്കളെ? അപ്പോൾ അടുത്ത നല്ല ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. സോ അണ്ടിൽ ദെൻ, ആക്കിഫ് സൈനിങ് ഓഫ്, ബൈ.